عددا وحكما وإيمانا كاملا وربطنا بالخير والسعادة. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയമുള്ള നെറ്റ് പഠിതാക്കളെ, അമുഖമായ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ നല്ല മഴയാണ്. അപ്പോൾ ചിലപ്പോൾ നെറ്റ്വർക്ക് ഇഷ്യൂ ഒക്കെ ഉണ്ടാവും. അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. നല്ല മഴയാണ്. നല്ല മഴ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മഴ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പൊ ക്യാൻസലേഷൻ ചെയ്ത ജൂൺ 2024 നീറ്റ് എക്സാമിന്റെ ക്വസ്റ്റിനെ കുറിച്ചാണ്. വളരെ രസകരമായിട്ടുള്ള ഒരു എക്സാം ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ കുട്ടികളുടെ പ്രതികരണങ്ങളിൽ നിന്ന് വളരെ ടഫായിരുന്നു എന്നുള്ളതായിരുന്നു കിട്ടിയത്. പിന്നീട് ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കി എത്തി വായിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയായി ആൻസർ ചെയ്യാൻ പറ്റുന്നതായ ഒരു ക്വസ്റ്റ്യനെ ഉള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, പല ക്വസ്റ്റ്യൻസും എനിക്ക് തോന്നുന്നു ഒരു ടൈം കൺസ്യൂം എന്നുള്ളത് വലിയൊരു വിഷയമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ബബിൾ ചെയ്യാൻ കുറെ സമയം നഷ്ടപ്പെട്ടു. സ്വാഭാവികമായിട്ടും അതൊക്കെ ക്വസ്റ്റ്യൻ വായിക്കാനുള്ള നമ്മുടെ അവധാനത സമയത്തെ നഷ്ടപ്പെടുത്താൻ ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ്. അതുകൊണ്ട് കൂടിയാണ് കുറെ ആളുകൾക്ക് ഒരു ഭയങ്കര ടഫായി തോന്നി. കാരണം ക്വസ്റ്റ്യൻ മനസ്സിലേക്ക് വായിക്കാനുള്ള ആവശ്യമായ മതിയായ സമയത്തിന്റെ ലഭ്യത കുറവ് വലിയൊരു വിഷയമായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ നമുക്കൊരു അനുഭവമാണ്. ഇനി അടുത്തൊരു എക്സാമിന് പോകുമ്പോൾ ഏതൊക്കെ മേഖലകൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നും എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ടൈം മാനേജ്മെന്റ് എങ്ങനെ കൃത്യമായി പാലിക്കണം എന്നുള്ള കുറെ ധാരണകൾ നമുക്ക് എന്തായിട്ടുണ്ട്, ഇതിലൂടെ ലഭ്യമായിട്ടുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പൊ ഈ അടുത്തൊരു എക്സാമിന് പോകുമ്പോൾ ഏകദേശം ഒരു മാസത്തിനുള്ളിലേക്ക് ഉണ്ടാവും. അപ്പൊ അതിന് പോകുമ്പോൾ എല്ലാവിധ തയ്യാറെടുപ്പോടും കൂടിയാണ് നമ്മൾ പോവേണ്ടത്. ഒന്ന്. രണ്ടാമത്തെ വിഷയം എന്നുള്ളത്, നമുക്ക് മനസ്സിലായി ക്വസ്റ്റ്യനും വരുന്ന രീതി കുറച്ചും കൂടി മാറിയ മെത്തേഡുകളൊക്കെ ആ രൂപത്തിൽ തന്നെ കൃത്യമായി ഇനിയുള്ള കുറഞ്ഞ ദിവസങ്ങളിലെങ്കിലും കൃത്യമായി പഠിച്ച് അടുത്ത എക്സാമിന് നമ്മളെ വളരെയധികം കഷ്ടപ്പെടുത്തിയ NTA നമുക്ക് എന്താവണം, നമുക്ക് JRF പഠിച്ചിട്ട് ഉണ്ടാകണം, അവരോട് അതിന്റെ പ്രതികാരം വീട്ടണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇനിയും പഠിക്കാതെ പോയി എക്സാം എഴുതിയ ആളുകൾ, അല്ലെങ്കിൽ പഠിക്കാത്തത് കൊണ്ട് എക്സാം അറ്റൻഡ് ചെയ്യാതെ പോയ ആളുകൾ, അവർക്ക് ഇനി അവസരം ഉണ്ടാവും എന്ന് തന്നെയാണ് കരുതുന്നത്. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഒന്നുകൂടി വ്യക്തത കിട്ടും അതിലൊക്കെ. അപ്പൊ അവരൊക്കെ ഇനിയും അമാന്തിച്ച് നിൽക്കാതെ പഠന രംഗത്ത് സജീവമായി മുന്നോട്ട് വരണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു വിജയം പ്രദാനം ചെയ്യട്ടെ. ബാറക്കല്ലാഹു ലക്കും. നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പറഞ്ഞു പോവാം. ആവശ്യമുള്ള ഇടങ്ങളിൽ ഞാൻ എന്തെങ്കിലും വിശദീകരണങ്ങൾ ഉണ്ടെങ്കിൽ പറയട്ടോ ഇൻഷാ അല്ലാഹ്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നത് അൽ മുഖാബൽ ഇൻജിലീദിലെ അസ്ഹാബുൽ യാഖാത്തുൽ ബൈളാ എന്നുള്ള അസ്ഹാബുൽ യാഖാത്തുൽ ബൈളാ എന്ന പദത്തിന്റെ സമാനമായ ഇംഗ്ലീഷ് വേർഡ് ഏത് എന്നുള്ളതാണ്. ഏകദേശം ഒരു മാസത്തിനുള്ളിൽ ഉണ്ടാവേണ്ടതാണ്. കാരണം പല യൂണിവേഴ്സിറ്റികളിലെയും PhD എൻട്രൻസ് എക്സാമുകൾ നടക്കാനിരിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ളത് ഈ മാർക്ക് കൂടിയാണ് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അധികം നീട്ടിക്കൊണ്ടുപോകാൻ അവരെ സംബന്ധിച്ച് കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ ഒരു പ്രശ്നം, ഇപ്പോൾ കുറെ എക്സാമുകൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു വിഷയത്തിൽ ചിലപ്പോൾ കുറച്ചധികം നീണ്ടു പോയേക്കാം, അല്ലെങ്കിൽ നേരത്തെ നടന്നേക്കാം. അങ്ങനെയുള്ള ഒരു വേരിയേഷൻ ആണ് ഒരു പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നമുക്ക് വൈറ്റ് ഷോർട്ട് വർക്കേഴ്സ്, വൈറ്റ് ക്യാപ് വർക്കേഴ്സ്, പീപ്പിൾ ഓഫ് വൈറ്റ് സ്കിൻ, വൈറ്റ് കോളർ വർക്കേഴ്സ് എന്നുള്ളതാണ്. നമുക്കറിയാം അസ്ഹാബുൽ യാഖാത്തുൽ ബൈളാ വൈറ്റ് കോളർ വർക്കേഴ്സ് എന്നുള്ളതാണ്. നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളതാണ് അല്ലെ. വൈറ്റ് കോളർ വർക്കേഴ്സ് നമ്മൾ പൊതുവെ പറയുന്ന ഒരു വാചകം കൂടിയാണ്. മറ്റുള്ളതൊന്നും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പദം കൂടിയല്ല. ഞാനത് കറക്റ്റ് അർത്ഥം കിട്ടാത്തവർക്കും കോമൺ ആയിട്ട് ഒരു ജനറൽ ഐഡിയ വെച്ച് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറയാം കേട്ടോ. നമ്മളല്ല വൈറ്റ് കോളർ ജോബുകൾ നമ്മൾ പറയാറുണ്ട്. അതായത് ഓഫീസുകളിലും മറ്റും വർക്ക് ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് എന്ത് പറയാറുള്ളത്, വൈറ്റ് കോളർ ജോബ് ചെയ്യുന്ന ആളുകൾ എന്ന് പറയാറുള്ളത്. അപ്പൊ അത് കണക്ട് ചെയ്താൽ നമുക്ക് ഇതിലേക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. നെക്സ്റ്റ് ചോദ്യം, അൽ ജുംലത്തു അസാറ ഹസീലത്തഹു. അസാറ ഹസീലത്തഹു, to arouse someone's suspicion, to arouse someone's resentment, to arouse someone's jealousy, to make someone happy. അസാറ ഹസീലത്തഹു എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് കേട്ടോ, റിസെന്റ്മെന്റ് ആണ്. അറൗസ് സംവൺ റിസെന്റ്മെന്റ് എന്നുള്ളതാണ്. അതായത് ഒരാൾക്ക് ഒരു നീരസം, അവരുടെ അനിഷ്ടം പ്രകടമാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇവിടെ അസാറ ഹസീലത്തഹു എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിൽ വന്നിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം. ഫുലാനൻ ജമഅ ബൈനൽ യറാഇ വൽ അസ്വൽ. ഇതിന് ആൻസർ പറഞ്ഞേ. ടു കമ്പൈൻ മെനി ക്വാളിറ്റീസ്, ടു ബോത്ത് എ പോയറ്റ് ആൻഡ് വാരിയർ, ടു ഡു മൾട്ടി ടാസ്കിംഗ്, ടു ബി ബോത്ത് റൈറ്റർ ആൻഡ് ഹണി ഗാദറർ.
ഇതിൽ വന്നിട്ടുള്ള ഇംഗ്ലീഷിൽ ചോദിച്ചിട്ടുള്ളത് അധികവും അറബിയിൽ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന മസലുകളാണ് എന്നുള്ളതാണ്. അറബിയിൽ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന മസലുകളാണ് എന്നുള്ളതാണ്. അപ്പൊ അത് ഇനി അടുത്തൊരു ഇതിലേക്ക് പോകുമ്പോൾ അത്തരം മസലുകൾ ധാരാളമായി കണ്ടെത്തി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നന്നാവും എന്നുകൂടി ഓർമ്മപ്പെടുത്താൻ. ഇതിന്റെ ആൻസർ ഇതാണ്, ബോത്ത് പോയറ്റ് ആൻഡ് വാരിയർ എന്നുള്ളതാണ്. യറ എന്ന് പറഞ്ഞാൽ കലമ് എന്നാണ് അർത്ഥം കേട്ടോ. യറ എന്ന് പറഞ്ഞാൽ കലമ് എന്നാണ് പറയാറുള്ളത്. ഇത് ഉപയോഗിക്കാറുള്ളത് ബോത്ത് പോയറ്റ് ആൻഡ് വാരിയർ എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ പറ്റുന്ന ഒരു കവിയെ കുറിച്ചും കൂടി നമ്മൾ മോഡലിൽ പറയുന്നുണ്ട്. ആരാണത്? റബ്ബു സൈഫി വൽ കലം എന്നൊക്കെ പറഞ്ഞില്ല നമ്മള് ഏതൊരു ഷായറിനെ കുറിച്ച്? യെസ്, ബാറൂദിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. റബ്ബു സൈഫി വൽ കലം എന്ന് ബാറൂദിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് സംഭവം. അടുത്തത് മീൻസ് ഖസാഇസ് റൊമാൻസിയ. ഇതിന്റെ ആൻസർ എല്ലാവരും പറയണം, ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. تمجيد العقل وتسليم الكلام للعقل، تصوير الواقع تصويرا دقيقا، التعبير عن الواقع بوساطة الرموز، تمجيد العاطفة وتسليم الكلام للقلب باعتباره منبع الإلهام. ഈ 8 യൂണിറ്റുമായി വന്നിട്ടുള്ള ഈ ക്വസ്റ്റ്യൻസ്, ഇതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ സത്യത്തിൽ നമുക്ക് വളരെ ഡീപ്പ് ആയിട്ട് അറിയില്ലെങ്കിൽ ജനറൽ ആയിട്ട് ഇത്തരം സ്കൂൾ ഓഫ് തോട്ട്സിനെ കുറിച്ചൊരു ധാരണ ഉണ്ടെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ അല്ലെ. റൊമാൻറ്റിസം നമ്മൾ പറഞ്ഞു, റൊമാൻറ്റിസം ഉടലെടുക്കുന്നത് ഫ്രഞ്ചിലാണ്. ഫ്രഞ്ച് വിപ്ലവം തീർത്ത സാമൂഹിക രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയിൽ നിന്ന് വിമോചനം തേടാൻ വേണ്ടിയിട്ടാണ് അവരെന്താകുന്നത്, റൊമാൻറ്റിസത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, അവരെന്താണ് ഒരു പ്രതീക്ഷയോടുകൂടി ജീവിതത്തെ കാണുകയും അതൊക്കെ അവർക്ക് പിന്നെ കിട്ടുന്ന അതായത് ജീവിതത്തെ സന്തോഷകരമായി കാണുക എന്നുള്ളത് വളരെ ബേസിക് ആയിട്ട് കാണുന്ന ഒരു സാധനം കൂടിയാണ് റൊമാൻറ്റിസം എന്ന് പറയുന്നത്. നമ്മൾ റൊമാൻറ്റിസൈസ് ചെയ്ത് പറയാന്ന് പറയാറില്ല, ആ വാക്കിൽ നിന്ന് കുറെ കൂടി കിട്ടും. അപ്പം ആ എപ്പോഴും പ്രശ്നങ്ങളും കലാപങ്ങളും യുദ്ധങ്ങളും അങ്ങനെ ഒരു അരക്ഷിതമായ സമൂഹത്തിൽ നിന്ന് മാറി നിന്ന് ജീവിതത്തെ പ്രത്യാശയോടുകൂടി പ്രതീക്ഷയോടുകൂടി കാണാനും അതിൽ കുറെ സ്വപ്നങ്ങൾ നെയ്തെടുക്കാനും അതിനുവേണ്ടി നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാനും അതൊക്കെ സംഭവിക്കുമെന്നുള്ള ഒരു തോന്നലിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കാനും ഒക്കെയാണ് ഏത് വന്നിട്ടുള്ളത്, റൊമാൻറ്റിസം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ പിന്നെ ചില അവരുടെ ഭാവനകൾക്ക് യുക്തിപരമായിട്ട് ചിലപ്പോൾ നമുക്കത് യോജിക്കാൻ കഴിയണമെന്നില്ല, ബുദ്ധിപരമായി ചിന്തിച്ച് ചിലപ്പോൾ അത് നമുക്ക് പിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയണമെന്നില്ല. അതൊക്കെ നമ്മുടെ ഒരു ഭാവനയിൽ വിരിയുന്ന ചില പ്രതീക്ഷാവഹമായ കാര്യങ്ങളാണ് എന്നുള്ളതാണ്. നമുക്ക് തംജീദുലക്കൽ തസ്ലീമിൽ കലാമിലക്കൽ, അതുകൊണ്ടാണ് അത് ഇതിൽ വരാത്തത്. തസ്വീറുൽ വാക്യ തസ്വീരൻ തത്തി, അത് വാക്കയിൽ വരുന്നതാണ്. തഅബീറു അനിൽ വാഖിഅ ബിവസാത്തത്തുർ റുമൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ റംസിയയിലാണ് നമുക്ക് പറയാം. പിന്നെ വരുന്നത് തംജീദുൽ ആതിഫ വ തസ്ലീമുൽ കലാം ലിൽ ഖൽബ് ബിഇഅ്തിബാരിഹി മൻബഉൽ ഇൽഹാം. ഹൃദയം എന്താണ്? ഇൽഹാം എന്ന് നമ്മുടെ തോന്നലുകളിലെ നമ്മുടെ പ്രഡിക്ഷൻസിന്റെ ഒക്കെ ഒരു ഉറവിടമാണ് എന്ന് കരുതിക്കൊണ്ട് ഒന്ന് മനസ്സിലാക്കി പരിഗണിച്ച് ഹൃദയത്തിന് എന്താക്കുക, നല്ല കലാമുകൾ കൊണ്ട് നമ്മുടെ നമ്മുടെ വൈകാരികതകളെ നല്ല രീതിയിൽ എന്താവുക പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് റൊമാൻറ്റിസം ചെയ്യുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ധാരണ അതിനെ കുറിച്ചുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ഗുമൂദ് മീൻ സുമാത്തിൽ മദ്ഹബ്. ഗുമൂദ് എന്ന് പറയുന്നത് നിഗൂഢത എന്നൊക്കെ മലയാളത്തിൽ പറയാം. അത് ഏത് സ്കൂൾ ഓഫ് തോട്ടിന്റെ പ്രത്യേകത? വാക്കഈ ആണ്, റൊമാൻറ്റിസം ആണ്, ക്ലാസിക്കി ആണ്, റംസി ആണ്? വാക്കയിൽ എന്തായാലും എന്തില്ല, ഗുമൂദില്ല. അത് ഉള്ളത് പോലെ അങ്ങ് പറയാന്ന് പറയാം, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ. റൊമാൻറ്റിസം നമ്മൾ പറഞ്ഞു, അതിൽ നിഗൂഢത ഒന്നുമില്ല. പിന്നെ നമ്മൾ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മളെ സന്തോഷത്തെയും അല്ലെങ്കിൽ കാര്യങ്ങളെ വളരെ പോസിറ്റീവായി കാണുന്ന ഒരു സമീപനമാണ്. അവിടെ നിഗൂഢമായി കാര്യങ്ങൾ പറഞ്ഞു വെക്കേണ്ട ഒരു പ്രത്യേകത അവിടെ വരുന്നില്ല. ക്ലാസിക്കി എന്നുള്ളതിൽ നമ്മളറിയാം ക്ലാസിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലാസിക് ലിറ്ററേച്ചർ എന്ന്. പിന്നെ ഏറ്റവും കൂടുതൽ റംസിയാണ്, സൂചകങ്ങൾ കൊണ്ട് കാര്യങ്ങളെ വിശദീകരിക്കുന്നതാണ് റംസിയ എന്ന് പറയുന്നത്. അതിലാണ് എന്തുള്ളത്, നിഗൂഢതകൾ, ഒളിപ്പിച്ചു വെക്കലുകൾ ഏതിലുള്ളത്, റംസിയയിലാണ് ഉള്ളത് എന്ന് അറിയാം. ഓക്കെ അല്ലേ? ലക്ഷ്യതം ഇർത്തബത്തിസ്മു ചാർലസ് ബോട്ട്ലിയർ, അദ്ദേഹം ഏത് സ്കൂൾ ഓഫ് തോട്ടിന്റെ ആളാണ്? റംസിയ, വഖഇയ, ക്ലാസിക്കിയ, റൊമാൻസിയ? ഏത് സ്കൂൾ ഓഫ് തോട്ടിന്റെ ആളാണ് ചാർലസ് ബോട്ട്ലിയർ എന്നാണ് പറയുന്നത്? നമ്മുടെ ഫ്രഞ്ച് പോയറ്റും എഴുത്തുകാരനൊക്കെയാണ് കേട്ടോ. അദ്ദേഹം റംസിയന്റെ ആളാണ് കേട്ടോ. അദ്ദേഹം റംസിയന്റെ ആളാണ്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ പേര് റംസിയുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞു പോകാതായിരിക്കും. അഖ്ലുൽ ജർ ഷാഇറുൻ യൻതമി ഇലാ റാബിത്ത കലമിയ ജമാഅത്ത് അപ്പോളോ മദ്രസ ദീവാൻ അസ്ബത്തുൽ അൻദലുസിയ. അഖൽ ജറൊക്കെ പലപ്പോഴും ക്വസ്റ്റ്യനിൽ വന്നു പോയ ആളാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലൊക്കെ. ഞാൻ PYQ ഡിസ്കഷൻ സമയത്ത് നിങ്ങളോട് പറഞ്ഞിരുന്നു,
ഇതിലൊക്കെയുള്ള അംഗങ്ങളുടെ പേരുകൾ കൃത്യമായി നോട്ട് ചെയ്ത് വെക്കണം. ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കും എന്നുള്ളത്. യെസ്, അസബത്തുൽ അന്ദുലൂസിയുടെ ആളാണ് അഖലുൽ ജർർ എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, ദർസുമിൻ കാമസൂത്ര ഇതുവരെ നമ്മൾ കേൾക്കാത്ത ഒരു പുതിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഫീൽ ചെയ്തൊരു സാധനമാണ് അല്ലെ. ദർസുമിൻ കാമസൂത്ര ആരുടേതാണ്? ബദർ ഷാക്കിർ സിയാബ്, നാസിറുൽ മലായിക്ക, അലി അഹമ്മദ് സഈദ് അഡോണിസ്, മഹ്മൂദ് ദർവീഷ്. ഇത് മഹ്മൂദ് ദർവീഷിന്റെ കവിതയാണ് ദർസുമിൻ കാമസൂത്ര എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. സിൽമാഫിൽ അമൂദി അലിഫ് ദീവാനി നിസാ വഖ്തും ബൈന റമാദി വൽ വർദ് കിതാബുൽ ഹുബ്ബ് ആസിർ. ഈ പുസ്തകങ്ങളൊക്കെ പലപ്പോഴായിട്ട് വന്നിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള വന്നിട്ടുള്ള പുസ്തകങ്ങൾ നമ്മൾ വിവേക് ഡിസ്കഷൻ വന്നിട്ട് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ആസിറിനെ കുറിച്ചും അതുപോലെ വഖ്തും ബൈന റമാദി വൽ വർദ് ഒക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാവരും ആൻസർ പറയണേ ഇതിന്റെ. ബദർ ഷാക്കിർ സിയാബ്, നിസാർ ഖബ്ബാനി, അലി അഹമ്മദ് ബാക്കസീർ, ഉമർ അബു ഇരീഷ. സി ആണ് പറയുന്നത്. സി തന്നെയാണ് ആൻസർ അല്ലെ. ദിവാനി നിസാ എന്നുള്ളത് ആരുടേതാണ്? ഉമർ അബു ഇരീഷയാണ്. വഖ്തും ബൈന റമാദി വൽ വർദ് പലപ്പോഴായിട്ട് വന്നിട്ടുള്ളതാണ്. അലി അഹമ്മദ് ബാക്കസീറിന്റെ രചനയാണ്. കിതാബുൽ ഹുബ്ബ്, നിസാർ ഖബ്ബാനി, ആസിർ, ബദർ ഷാക്കിർ സിയാബ്. ഈ രചനകൾക്ക് റിപ്പീറ്റഡ് ആണ്. റിപ്പീറ്റഡ് ആണ് മീൻസ് ക്വസ്റ്റ്യനിലും ഓപ്ഷനിലൊക്കെ വന്നതാണ്, നമ്മൾ ചർച്ച ചെയ്ത് പോയതാണ്. അപ്പം ആ രചനകൾ അതാണ് ഞാൻ പിവൈക്ക് നോക്കണം എന്ന് പറയുന്നതും അത്തരം പുസ്തകങ്ങളെ നോട്ട് ചെയ്ത് മനസ്സിലാക്കണം എന്ന് പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. അൽഫ് ലൈല വലൈല എന്നുള്ളത് അത് അറബിയിലേക്ക് ഏത് ഭാഷയിൽ നിന്നാണ് ട്രാൻസ്ലേഷൻ ചെയ്തത്? വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാം യൂണിറ്റുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒന്ന് രണ്ട് കുറച്ച് കവിതകൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അവിടെ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഒന്ന് രണ്ട് യൂണിറ്റുകളൊക്കെ. പഹ്ലവിയ, സംസ്കൃതിയ, യുനാനിയ, ലാറ്റിനിയ. പഹ്ലവിയാണ് അല്ലെ. പഹ്ലവി ഏത് ഭാഷയാണ്? പഹ്ലവി ഏത് ഭാഷയിലുള്ളതാണ്? യെസ്, ഫാരിസിയ ഖദീമ, പഴയ പേർഷ്യൻ ഭാഷയുടെ ഭേദമാണ് ഇത് പഹ്ലവിയ എന്ന് പറയുന്നത്. ഫാരിസിയ ഖദീമയിൽ വരുന്നതാണ്. ഓക്കെ, പഹ്ലവിയ. ഇതൊക്കെ പി എസ് സിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു 2021 എക്സാമിലൊക്കെ കേട്ടോ. ദുർറത്തുൽ ഖവാസ്, ഔഹാമുൽ ഖവാസ് എത്രയോ തവണ വന്ന ക്വസ്റ്റ്യൻ, റിപ്പീറ്റഡ്. ബദിയുസ്സമാൻ ഹമദാനി, ഖാദി അൽ ഫാദിൽ, അബുൽ ഖാസിം ബിൻ അലി അൽ ഹരീരി, ഇബ്നുൽ അമീദ്. ദുർറത്തുൽ ഖവാസ് ഫി ഔഹാമുൽ ഖവാസ് ആരുടെ രചനയാണ്? അബുൽ ഖാസിം ബിൻ അലി അൽ ഹരീരി, ഹരീരിയുടെ രചനയാണിത്. ദുർറത്തുൽ ഖവാസ് ഫി ഔഹാമുൽ ഖവാസ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ കേട്ടോ. നെക്സ്റ്റ് ചോദ്യം. فلما بلغ الرابعة من عمره أصيب بالجدر فذهب بيسر عينيه وبيضت اليمنى فنشأ ضريرا لا يعرف إلا الحمرة لأنهم ألبسوه ثوبا معصفرا وهو مريض فكان هذا اللون أول ما عرف وآخر ما رأى. അതായത് 4-ാം വയസ്സിൽ അദ്ദേഹത്തിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. അദ്ദേഹം അന്ധനായി തീർന്നു. അദ്ദേഹത്തിന് ആകെ അറിയുന്ന അദ്ദേഹത്തിന്റെ പരിചയത്തിലെ നിറം എന്ന് പറയുന്നതാണ് ചുവപ്പാണ്. കാരണം എന്താണ്? അദ്ദേഹം അവസാനമായി അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ ധരിച്ച വസ്ത്രം എന്താണ്? ഈ കുങ്കുമം ഒക്കെ നിറച്ച് ചായം പൂശിയൊരു വസ്ത്രമാണ് എന്നുള്ളതാണ്. ഇതേ ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ 2021 ജൂൺ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അന്ന് ചോദിച്ച ചോദ്യം എന്ന് വെച്ചാൽ ഇതിലുത്തരം അബുൽ മഹദിയാണ്. അബുൽ മഹദിക്ക് 4-ാം വയസ്സിൽ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു. അദ്ദേഹം അവസാനമായി കണ്ട നിറം ഏത് എന്നുള്ളതാണ് അന്നത്തെ ചോദ്യം. ആ ചോദ്യത്തെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് നേരെ തിരിച്ചിട്ടുണ്ടാക്കിയതാണ് ചോദിച്ചതാണ് ഇവിടെ. അബുൽ മഹദി അദ്ദേഹത്തിന്റെ പറ്റിയാണ് ഈ വിശേഷം എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. سلمى يناسبان جرجي زيدان إبراهيم الكوني أحلام الصغانمي علي أحمد باكسير الفرعون الصغير عابر السبيل فتاة غسان عشب الليل. ليدان answer إذا യെസ് ഏതാണ് അല്ലേ? ഏതാണ് വരിക? ജുർജി സെയ്ദാന്റെ രചന ഏതാണ്? ഫത്താത്തു ഗസ്സാൻ എന്നുള്ളതാണ്. പലപ്പോഴും പല രൂപത്തിൽ ഈ പുസ്തകം ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. ഇബ്രാഹിം അൽ കൗനിയുടേതാണ് ഉഷ്ബുൽ ലൈലി. അതുപോലെ അഹ്ലാം മുസ്തഫാനിയുടെ ആബിർ സബീലാണോ ശരിക്ക്? ശരീറാണ്. ആബിർ ശരീറാണ്. ഓക്കെ, ആബിർ സബീൽ ആരുടെ രചനയാണ്? അക്കാദിന്റെ ഏത് എന്തിലുള്ള രചനയാണ്? ഷീറാണോ, നസറാണോ, മക്കാലയാണോ, സിറാദത്തിയാണോ? ആബിർ സബീൽ
അതിന്റെ ആനയാണ് സീറദാത്തിയ. യെസ്. അബ്ര സബീൽ ഇപ്പൊ എന്താണ്? ദീവാനല്ലേ? അക്കാദിന് എത്ര ദീവാനുണ്ട്? കൂടെ വരുന്ന പുസ്തകമാണ് മക്കളെ. അക്കാദിന് എത്ര ദീവാനുണ്ട്? ദീവാനാണ് കേട്ടോ. ആബിർ സുബീർ എന്ന് പറയുന്നത് അക്കാദിന്റെ ദീവാനാണ്. ഓക്കെ, ആബിർ സുബീർ എന്ന് പറയുന്നത് അക്കാദിന്റെ ദീവാനാണ് കേട്ടോ. 10 ദീവാനാണോ സാർ? ഇല്ലല്ല, അക്കാദിന് എത്ര ദീവാനുണ്ട്? 10 ദീവാനൊക്കെ ഉണ്ടാവും. 3 ഉറപ്പാണോ? ഇല്ലല്ലോ, 10 കുറെ എഴുതി വെച്ചിട്ടുണ്ട്. അബക്കരിയാത്തുകളുണ്ട്. അക്കാദിന് എത്ര ദീവാനുണ്ട്? അതാണ് ദീവാനുണ്ട്. അഷ്ജാനുൽ ലൈല്, വഹിയുൽ അർബഈൻ, ഹദിയത്തുൽ കർവാൻ, ആബിറുസ് സബീൽ, അആസീറു മഗ്രിബ്, ബഅദൽ അആസീർ. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഓക്കെ അല്ലേ? നെക്സ്റ്റ് ചോദ്യം. മിൻ താലിഫാത്തി മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ. സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാണ് ചോദിച്ചിട്ടുള്ളത്. ഷെയ്ഖുഹത്തുൽ ആലിമ ഹയാത്തു മുഹമ്മദ്, ഇതില് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അതെന്താ സി പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഓപ്ഷൻ ബി ആണ് ആൻസർ വരും അല്ലെ? ഓപ്ഷൻ ബി ആണ്. ഷെയ്ഖുഹത്തുൽ ആലിമ അബ്ദുൽ കരീം ഗുല്ലാബിന്റെ രചനയാണ്. ഹയാത്ത് മുഹമ്മദ് ആരുടെ രചനയാണ്? മുഹമ്മദ് ഹുസൈൻ ഹൈക്കലിൻ്റെതാണ് എന്നുള്ളത്. ഇതിന് മുമ്പൊരു ക്വസ്റ്റ്യൻ ചെന്നിട്ടേ ഒരു ഇദ്ദേഹത്തെ പറ്റി ഒരു വിശേഷണം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ലഹു ഹയാത്ത് മുഹമ്മദ് എന്നുള്ള പുസ്തകമുണ്ട്. ഇത് ഓപ്ഷനിൽ തന്നിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അഹമ്മദ് ഹുസൈൻ ഹൈക്കലാണോ മുഹമ്മദ് ഹുസൈൻ ഹൈക്കലാണോ ഇനി മുഹമ്മദ് ഹുസൈൻ ഹൈക്കലാണോ? ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഈ വൈക്ക് സംബന്ധിച്ച് ചർച്ച ചെയ്താണ്. ആ പേരും കൃത്യമായി മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. മുഹമ്മദ് ഹുസൈൻ ഹൈക്കലാണ്, അദ്ദേഹത്തിന്റെ രചനയാണ് ഇത് ഹയാത്ത് മുഹമ്മദ് എന്നുള്ളത്. ഇതിന്റെ മലയാളവും അവൈലബിൾ ആണ് കേട്ടോ. നെക്സ്റ്റ് ചോദ്യം. റുവായി അൽ ഖാസ് അസ്സൂരി അല്ലദി ഉലിദ ഫിൽ ഇസ്കന്ദരിയ. അലക്സാണ്ട്രിയയിൽ ജനിച്ച സിറിയൻ കഥാകൃത്തും നോവലിസ്റ്റുമായ വ്യക്തിത്വമാര്? ഹന്നാമീന, അബ്ദുൽ കരീം കൊല്ലാബ്, അബ്ദുൽ ഹമീദ് ജൗദത്ത് സഹാർ, അസീസ് അബാല. ഇതിന്റെ ആൻസർ ഏതാണ്? അസീസ് അബാല ഏത് നാട്ടുകാരനാണ്? അസീസ് അബാല സിറിയ. ഉറപ്പാണോ? കൺഫ്യൂസ്ഡ് ആയോ? അസീസ് അബാലിനെ കുറിച്ച് പറയുന്ന പ്രധാനപ്പെട്ട ഒരു വിശേഷണം തന്നെ എന്താ? അസീസ് അബാലിനെ കുറിച്ച് പറയുന്ന പ്രധാനപ്പെട്ട ഒരു വിശേഷം അഹമ്മദ് ഷൗക്കിക്ക് ശേഷം മസ്രവിയ ഷെയ്രിയുടെ റായിദായിട്ട് അറിയപ്പെടുന്ന ആരാണ്? അസീസ് അബാലയാണ്. മുമ്പ് ചോദിച്ചിട്ടുണ്ട് അസീസ് അബാല യംതമി ഇല എവിടത്തേക്കാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈജിപ്താണ്. ഓക്കെ, ഇനി അബ്ദുൽ ഹമീദ് ജൗദത്ത് സഹാറോ? അബ്ദുൽ കരീം ഗുല്ലാബ്? ഹന്നാമീന? സിറിയാണ്. അപ്പൊ നമുക്ക് ആകെ ഹന്നാമീനയിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ അല്ലെ? ഹന്നാമീന ജനിക്കുന്ന എവിടെയാണ്? ലാസിയയിലാണ് ജനിക്കുന്നത്. അലക്സാണ്ടർ ഇസ്കന്ദറിയ എന്ന് പറയുന്ന എവിടുത്തെ പട്ടണമാണ്? എവിടുത്തെ പ്രദേശം? ഈജിപ്തിലെ വിഖ്യാതമായ അലക്സാണ്ട്രിയ പട്ടണമാണ് അല്ലെ ഇസ്കന്ദറിയ എന്ന് പറയുന്നത്. ഹന്നാമീന ജനിക്കുന്നത് ഹന്നാമീന ജനിക്കുന്നത് ലാസിഖിയയിലാണ്, സിറിയയിലെ ലാസിഖിയയിലാണ്
തുറമുഖത്തൊക്കെയാണ് അദ്ദേഹം പ്രദേശം, അവിടെയാണ് ജനിക്കുന്നത്. അബ്ദുൽ കരീമുല്ലാബ് നമ്മൾ പറഞ്ഞു മഗ്രിബാണ്, ഫാസിലാണ് അദ്ദേഹം ജനനം. അബ്ദുൽ ഹമീദ് ജോദ് സഹാറി മിസ്രിയാണ്, കാഹിറയിലാണ് ജനനം. അസീസ ബാല മീനൽ കുംഭയിലാണ് ജനിക്കുന്നത്, ഈജിപ്താണ്. ഈ ക്വസ്റ്റ്യൻ എന്താണ്? തെറ്റാണ്. അതെന്തായാലും ക്യാൻസൽ ചെയ്യേണ്ടതാണ്. എന്തായാലും എക്സാം ക്യാൻസൽ ചെയ്തുകൊണ്ട് നമുക്ക് ചർച്ചയില്ല. ഓക്കെ, സൂചിപ്പിച്ചെന്ന് മാത്രം. നെക്സ്റ്റ് ചോദ്യം, ഒറൂബുൽ ഉന്ദുലുസ് ആരുടെ രചനയാണ്? ഒറൂബുൽ ഉന്ദുലുസ് മാറുൻ നുക്കാഷ്, അലി അഹ്മദ് ബക്കസീർ, അസീസ ബാല, സഅദുള്ള വനൂസ്. അഹമ്മദ് ഷൗക്കി ഉന്ദുലുസിനെ കുറിച്ച് എഴുതിയ രചന ഏതാണ്? അമീറത്തുൽ ഉന്ദുലുസ്. അമീറത്തുൽ ഉന്ദുലുസ്. ഒറൂബുൽ ഉന്ദുലുസ് ആരുടേതാണ്? അസീസ് അബാലയുടെ രചനയാണിത്. ഒറൂബുൽ ഉന്ദുലുസ് എന്ന് പറയുന്നു കേട്ടോ, ഒറൂബുൽ ഉന്ദുലുസ്. നെക്സ്റ്റ് ചോദ്യം, അഷ്ആറും മിൻ ജസാഇരിൽ ലുഅ്ലുഉ. ഹാജി അബ്ദുറഹ്മാൻ അൽ ഖുസൈബി, ഫദ്വ തോക്കാൻ, ഹാഫിദ് ഇബ്രാഹിം, അബ്ദുള്ള അൽ ബർദൂനി. ഹാജി അബ്ദുറഹ്മാൻ അൽ ഖുസൈബിയുടെ ദീവാനാണ് ഇത്. അഷ്ആറും മിൻ ജസാഇരിൽ ലുഅ്ലുഉ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. مثل ما في العقود ألف مع ما يناسبه في العقود باء. തൗഫീഖ് അൽ ഹക്കീം, സാദുള്ള വനൂസ്, അസീസ ബാല, മാറൂഫ് മുഖാഷ്. നമ്മൾ പലപ്പോഴും ഞാൻ സൂചിപ്പിച്ചതാണ് ഷെഹരിയാറും ഷഹർദാദും അത്തരം പുസ്തകങ്ങളൊക്കെ നോട്ട് ചെയ്യണമെന്ന് ചർച്ചകളിൽ പറഞ്ഞതുമാണ് അല്ലേ? ഇത് നമുക്കറിയാം, മാറൂൻ മുഖാഷിന്റെ രചനയാണ് ഏത്? ബഖീർ എന്ന് പറയുന്നത്. ഇപ്പൊ ദാല് രണ്ട് വരുന്ന രണ്ട് ഓപ്ഷൻ ഉള്ളത്. ഇപ്പൊ ബിയും ഡിയും നമുക്ക് ഒമിറ്റ് ചെയ്യാം, ഒഴിവാക്കാം. ഇനി എ ആണോ സി ആണോ എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, ബഖീൽ ഏത് വർഷമാണ് പ്രസിദ്ധീകരിച്ചത്? 48. ഓപ്ഷൻ എ ആണല്ലോ ആൻസർ. എ ആണ്. തൗഫീഖ് അൽ ഹക്കീമിന്റെ രചനയാണത് ഷഹ്റസാദ് എന്നുള്ളത്. ഓക്കെ, ഷെഹരിയാർ ആരുടെ രചനയാണ് അപ്പോ? അസീസ ബാലയുടേതാണ്. അങ്ങനെ തന്നെ നോട്ട് ചെയ്ത് മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, സാദുള്ള വനൂസിന്റെ രചനയാണിത് അൽ മലിക് ഹുവൽ മലിക് എന്നുള്ളത്. അസീസ ബാല നമ്മൾ പറഞ്ഞു ഷെഹരിയാർ. മാറൂൻ മുഖാഷിൻ്റെത് ബഖീൽ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, ഇതൊരു PYQ കൂടിയാണ് ഈ ക്വസ്റ്റ്യൻ കേട്ടോ. തദൂർ മുഅല്ലം റിവായത്തുഹു ഹൗലൽ അലാഖത്തുൽ ജൗഹരിയ്യ അല്ലത്തി തർതബിതുൽ ഇൻസാൻ ബിത്തബിഅത്തി الصحراوية وموجوداتها وعالمها المحكوم بالحكمية والقدر الذي لا يرد إلى من تشير عبارة. ഹന്നാമീന, നജീബ് മഹ്ഫൂദ്, അഹ്ലാം മുസ്തഗാനിമി, ഇബ്രാഹിം അൽ കൗലി. ഇതേ ചോദ്യം മുൻപ് വന്നിട്ടുണ്ടല്ലേ? അദ്ദേഹത്തിന്റെ മുഅല്ലം റിവായത്തുഹു ഹൗല സഹറാവി. എങ്ങനെ? മരുഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിന്റെ റിവായത്തുകൾ ഭൂരിഭാഗവും ഉള്ളത് എന്നൊക്കെ. മരുഭൂപ്രമേയമായിട്ടുള്ള രചനകളാണ് അദ്ദേഹത്തിൻ്റെത് എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലെ? ആരാണത്? ഇബ്രാഹിം അൽ കൗനിയാണ്. ഹന്നാമീനയുടെ രചനകളുടെ സവിശേഷത എന്താ? അതുപോലെ ബഹറുമായി ബന്ധപ്പെട്ടാണ് അല്ലെ? കടലും കടൽ ജീവിതങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഹന്നാമീനയുടെ രചനയുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. നെക്സ്റ്റ്, طبيب وكاتب وزير وكاتب وشاعر كاتب ومسرحي عمل بالمحامات والسلك الدبلوماسي والد هذا الأديب الكبير كان ممثلا ومؤلفا ومهندسا للطرق والجسور. وأمه صحيفة كبيرة. ده آرانه اوبشنز പറയും. لسان عبد القدوس، يحيى حقي، غازي عبد الرحمن القصيبي، يوسف إدريس. നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി ആണ് ആൻസർ അല്ലേ? തബീബുൻ വ കാത്തിബ്, ഡോക്ടറാണ് എഴുത്തുകാരൻ. ആരാണ്? യഹ്യ ഹഖിയാണ്. യൂസുഫ് ഇദ്രീസ്. യൂസുഫ് ഇദ്രീസ് ആണ് എന്ത്? ഡോക്ടറും
അതുപോലെ എന്താണ് എഴുത്തുകാരനൊക്കെയാണ് അദ്ദേഹം. വസീറും കാത്തിബനും ഷായിറും, മന്ത്രിയായിരുന്നു അതുപോലെ കവിയും ഒക്കെ ആയിരുന്നു. ആരാണ് അതാരാ? റോസി ഖുസൈബി. ഖാസി അബ്ദുറഹ്മാൻ ഖുസൈബിയാണ്. ഖാസി ഖുസൈബി ഏത് നാട്ടുകാരനാണ്? സൗദി. സൗദിയാണ്. യെസ്, സൗദി മന്ത്രിയായിരുന്നു അദ്ദേഹം അല്ലെ. ഫലസ്തീൻ സംബന്ധിച്ച് കവിത എഴുതിയപ്പോ, അറബികളെ വിമർശിച്ച് കവിത എഴുതിയപ്പോൾ മന്ത്രിസ്ഥാനത്ത് അദ്ദേഹത്തെ പുറത്താക്കുന്നതും, പിന്നെ അദ്ദേഹം ഡിപ്ലോമാറ്റ് ആയിട്ട് ബ്രിട്ടനിലൊക്കെ സൗദി അംബാസഡറായി വർക്ക് ചെയ്തതൊക്കെ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ വാലിദ് ഹാദൽ അദീബ് അൽ കബീർ കാന മുമസ്സിലൻ മുഅല്ലിഫൻ. അദ്ദേഹത്തിന്റെ പിതാവ് എന്താണ്? നാടക അഭിനേതാവും രചയിതാവും എഞ്ചിനീയറും ഒക്കെയാണ്, പാലങ്ങളൊക്കെ നിർമ്മിക്കുന്ന. ഉമ്മ എന്താണ്? വലിയ പത്രപ്രവർത്തകയാണ് എന്ന് പറയുന്നത്. അതാരാണ്? ഇഹ്സാൻ അബ്ദുൽ ഖുദ്ദൂസ് ആണ് അല്ലെ. അബ്ദുൽ ഖുദ്ദൂസ്. അത് അവരുടെ പത്രത്തിന്റെ പേരെന്താണ്? റോസൽ യൂസുഫ് അല്ലെ. അവരറിയപ്പെട്ടതിന് ആ പേരിലും കൂടിയാണ് അല്ലെ. ഫാത്തിമ യൂസുഫാണ്, പക്ഷെ റോസൽ യൂസുഫ് എന്നല്ല, ആ പത്രത്തിന്റെ പേരിൽ കൂടിയാണ് അവരെന്തായത് അറിയപ്പെട്ടിരുന്നത് എന്ന് കൂടി നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. അൽ മസ്റഹി അല്ലദി ഫാസ ബിജായിസത്തി സുൽത്താൻ അബീസ് അസ്സഖാഫിയ അൽ മസ്റഹി അദ്ദൗറത്തുൽ ഊല ലിൽ ജായിസ. ഞാൻ പറഞ്ഞിരുന്ന അവാർഡ് കിട്ടിയ കൃതികളൊക്കെ നോട്ട് ചെയ്യണം, ചോദിക്കും എന്നുള്ളത്. തൗഫീഖുൽ ഹക്കീം, അലി അഹ്മദ് ബാക്കസീർ, അസീസ ബാല, സഅദുള്ള വനൂസ്. ആരാണ്? സാദുള്ള വനൂസാണ് അല്ലെ. സാദുള്ള വനൂസിനാണ് അദ്ദേഹമാണ് സുൽത്താൻ അബീസ് സഖാഫിയ എന്ന അവാർഡ് ലഭിച്ച ആൾ. ഇനി മസ്റഹിയത്താൻ ഹാറൂത്തും മാറൂത്തും മസാത്ത് ഔദീബും ഇതാരുടെ രചനയാണ്? അസീസ ബാല, സാദുള്ള വനൂസ്, തൗഫീഖുൽ ഹക്കീം, അലി അഹ്മദ് ബാക്കസീർ. മസാത്ത് ഔദീബൊക്കെ നമ്മൾ റിവൈക്ക് ഡിസ്കഷനിൽ പലതവണ പറഞ്ഞൊരു പുസ്തകം കൂടിയാണ്, പലതവണ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ള ഒരു പുസ്തകം കൂടിയായിരുന്നു. ആരുടേതാണ് മസാത്ത് ഔദീബ്, ഹാറൂത്ത് മാറൂത്തൊക്കെ? അലി അഹ്മദ് ബാക്കസീറിൻ്റെതാണ് അല്ലെ. അലി അഹ്മദ് ബാക്കസീറിൻ്റെതാണ്. പലപ്പോഴായി ചോദിച്ചൊരു പുസ്തകമാണ് കേട്ടത്. പിന്നെ അടുത്ത വിദ്യാഭ്യാസ വകുപ്പിന്റെയും അതുപോലെ ബഹ്സുൽ ഇൽമി റിസർച്ച് ഇതിന്റെയൊക്കെ തലവനായിരുന്ന ആള് ആര് എന്നുള്ളതാണ് ചോദ്യം. വിദ്യാഭ്യാസ മന്ത്രി കൂടിയായിരുന്നു അദ്ദേഹം. ഖലീൽ ഇല്ലാലി, മുഹമ്മദ് മൻദൂർ, അഹമ്മദ് ഷായിബ്, അബ്ദുസ്സലാം അൽ മസദി. അബ്ദുസ്സലാം അൽ മസദിയാണ് അല്ലെ. 945 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹം ഏത് നാട്ടുകാരനാണ്? തുണീഷ്യക്കാരനാണ്. തുണീഷ്യൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയാണ്. ഇദ്ദേഹത്തിന്റെ പുസ്തകത്തെ പറ്റിയിട്ടാണ് കഴിഞ്ഞ തവണ ചോദിച്ചിരുന്നത്. ഇദ്ദേഹത്തിന് വളരെ പ്രശസ്തമായ ഒരു പുസ്തകം കഴിഞ്ഞ തവണ ചോദിച്ചത് ഓർമ്മയുണ്ടോ? ഖറാഅത്തും മഅ ശാബി വൽ മുതനബ്ബി. ഓർക്കുന്നുണ്ടോ? യെസ്, അതാണ് കഴിഞ്ഞ തവണ ചോദിച്ചത് കേട്ടോ. അതും കഴിഞ്ഞ തവണയും ചോദിച്ചു, അതുപോലെ 2022 ജൂൺ എക്സാമിനും ചോദിച്ചിട്ടുണ്ട് ആ പുസ്തകം. ഓക്കെ, ഇതാണ് ഇത്തവണ ചോദിച്ചത്. അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു സവിശേഷതയാണ് എന്നുള്ളത് മനസ്സിലാക്കാം. നെക്സ്റ്റ് ചോദ്യം ഇത് പിന്നെ നമ്മൾ അൺപ്രഡിക്റ്റബിൾ ആണ്. സോറി. ഇത് നദറിയത്തുൽ ജമാലിയ തദൂഖിയ في النص الأدبي خاصة الشعر بربطها بالصياغة والخيال والذوق الفطري، وفكرة إدراك العلاقات في النص الأدبي ودلالة الألفاظ على المعاني، ووقع الألفاظ بتأثيرها في النفس من حيث الاختيار والصياغة، وكل هكذا ارتكز على قواعد اللغة والفنون والبلاغة ووسائلها المختلفة في تدلية الأسلوب وصياغته وفصاحته وبيانه. ഇതിന്റെ ആൻസർ എന്താണ്? അബ്ദുൽ ഖാഹിർ ജുർജാനിയാണ്. അതിലേക്ക് എത്താൻ കാരണം എന്താണ് ചൂസ് ചെയ്യാൻ? കറക്റ്റാണോ? കേട്ടില്ല, ഒന്നുകൂടി പറയാം. ബലാഗയും ഫസാഹയും ചർച്ച ചെയ്തുകൊണ്ട് എന്തായി പിന്നെ അബ്ദുൽ ഖാഹിർ ജുർജാനിലേക്ക് പോയല്ലേ. ചില ചോദ്യങ്ങളൊക്കെ അങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റൂല്ലേ. ഉത്തരം അത് തന്നെയാണ്, അബ്ദുൽ ഖാഹിർ ജുർജാനിയാണ്. ഞാനിത് കുറെ തപ്പി ഇതിന്റെ ഒരു കൃത്യമായ സോഴ്സ് കിട്ടാൻ വേണ്ടി. പക്ഷെ പലതും പല PhD തീസീസുകളിലും റിസർച്ചിൽ ഇതിന്റെ ചെറിയ വിഭാഗത്തിന് ചില ഭാഗങ്ങളുണ്ട് എന്നല്ലാതെ പൂർണ്ണമായിട്ട് അത് കിട്ടിയിട്ടില്ല. ഏത് കിതാബിൽ നിന്ന് എടുത്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ഞാൻ കുറെ തപ്പി നോക്കിയിരുന്നു. നോക്കാം ഒന്നുകൂടി എനിക്ക് ഇൻഷാല്ലാ. നെക്സ്റ്റ് ചോദ്യം. الفن الأدبي الذي وصفه أحمد حسن زياد قائلا: وعوسة الصحراء وخشونة العيش وحدية الفكر وطبيعة
جب وسذاجة البدن فكل أولئك تبعه بطبع خاص ومازه بسمة ظاهرة എന്ന് ഏതിനെ കുറിച്ചാണ് ഹസ്ദിയാത്ത് വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ചോദ്യം. അൽ ഖത്താബത്തുൽ ജാഹിലിയ, അൽ ഹികമു വൽ അംസാലുൽ ജാഹിലിയ, അശ്ശഅറുൽ ജാഹിലി, അശ്ശഅറുൽ ഇസ്ലാമി. ഞാൻ നിങ്ങളോട് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1-ാം യൂണിറ്റിന് വായിക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് നിങ്ങൾ എന്താവണം, പിന്നെ ഹസ്ദിയാത്ത് വായിക്കണം എന്നുള്ളത്. ഹസ്ദിയാത്ത് വായിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഇംപ്രൂസൈസിന് വായിക്കേണ്ട ഇംപ്രൂസൈസിന് മാത്രമല്ല, അതിന്റെ ആമുഖം ഫഹൂരിയുടെയൊക്കെ ഓരോ കാലഘട്ടത്തെയും പറയുമ്പോൾ ആ കാലഘട്ടത്തിന്റെ പൊതുവായ സവിശേഷതകൾ അവിടെ സൂചിപ്പിച്ചുകൊണ്ടൊരു കുറച്ച് പേജ് ഒരു മുഖദ്ദിമ അവിടെ പറയും. അത് നിർബന്ധമായിട്ടും വായിക്കുന്നത് നല്ലതാണ് കേട്ടോ. എന്നാൽ ആ കാലഘട്ടത്തെ കുറിച്ച് പൊതുവായ ഒരു ധാരണ ഉണ്ടാക്കാൻ അത് സഹായിക്കും. ഒന്ന്. രണ്ടാമത്, വ്യക്തികളെ കുറിച്ച് പറയുന്നിടത്ത് ചില വാക്കുകൾ, ചില സെന്റൻസുകൾക്ക് ക്ലാരിറ്റി കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യും, മുഖദ്ദിമ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വ്യക്തത കിട്ടുന്നുള്ളത്. കാരണം മുഖദ്ദിമയിൽ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി പറഞ്ഞു പോയതുകൊണ്ട് ചിലപ്പോൾ എന്താവില്ല, വ്യക്തികളെ പറയുന്നിടത്ത് ജസ്റ്റ് സൂചിപ്പിച്ചു പോകാൻ മാത്രമേ സാധ്യതയുള്ളൂ. അപ്പൊ മുഖദ്ദിമ നമ്മൾ എന്താവണം, നിർബന്ധമായും വായിക്കാൻ ശ്രമിക്കണം കേട്ടോ. എന്നാൽ ആ കാലഘട്ടത്തെ കുറിച്ചൊരു പൊതുധാരണ നമുക്ക് എന്താക്കാൻ പറ്റും, ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതിന് ഉത്തരം സി തന്നെയാണ്. ഷെയറുൽ ജാഹിലിയ കവിതയെ കുറിച്ചാണ് ഹസ്ദിയാത്ത് പറഞ്ഞിട്ടുള്ളത്. ചോദ്യം, لا تشتري العبد إلا والأسوى معه من العبيد الأنجاس مناكيد എന്ന് ഇതാരുടെ കവിതയാണ്? ബഷാർ ഇബ്നു ബുർദ, അബൂ തമാമ, മുത്തനബി, ഇബ്നു റൂബി. ഇതാരുടെ കവിതയാണ്? ഹസ്ദിയാത്തിന്റെ ബുക്ക് എന്നാണോ? യെസ്, അഹ്മദ് ഹസ്ദിയാത്ത് ഖായിലൻ എന്നാണ് പറഞ്ഞത്. ഓക്കെ. لا تشتري العبد إلا والأسوى معه من العبيد الأنجاس مناكيد. ഇതാരുടെ കവിതയാണല്ലോ? ആൻസർ പറയണം. ഇതാരുടെ രചനയാണ്? മുത്തനബിയുടെ രചനയാണ് കേട്ടോ. മുത്തനബിയുടെ കവിതയാണ് ലാ തശ്തരിൽ അബ്ദ ഇല്ലാ വൽ അസ്വാ മഅഹു മിനൽ അബീദൽ അൻജാസ മനാഖീദ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്തത്, ഷാഇറു റൂമിയാത്ത് എന്ന പേരിൽ പ്രശസ്തനായ ഇതിൽ പറയുന്ന ആളുകളൊന്നും എന്തില്ല പറയാം. ഷാഇറു റൂമിയാത്ത് എന്ന പേരിൽ പ്രശസ്തനായത് ആരാണ്? അബൂ ഫറാസുൽ ഹമദാനിയാണ്. ഹമദാനിയെ കുറിച്ച് നമുക്ക് ഡയറക്റ്റ് ഉണ്ടാവാനില്ല, നമ്മളെ സിലബസിൽ പഠിക്കാനില്ല. പക്ഷെ അത് ആ ഒരു കാലഘട്ടത്തിന്റെ പൊതുവായ ജനറൽ ഐഡിയ മനസ്സിലാക്കുന്നിടത്ത് ഇദ്ദേഹത്തെ കുറിച്ചൊന്നുണ്ട്, പരാമർശം ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഓരോ കാലഘട്ടം പഠിക്കുമ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ഒരു ധാരണ കൂടി ഉണ്ടാക്കിയിട്ട് പഠിക്കണം. ക്യാപ്സൂൾ പഠനങ്ങൾ നമ്മൾ എന്താക്കണം, മാറ്റേണ്ട കാലം വളരെയധികം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. കുറെ കഴിഞ്ഞ 2-3 എക്സാമുകളുടെ ക്വസ്റ്റ്യൻ മെത്തേഡുകളിൽ നമ്മളത് സൂചിപ്പിച്ചിരുന്നു ചർച്ചയിലൊക്കെ. ഓക്കെ, അപ്പൊ ആ രൂപത്തിൽ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള റീഡിങ്ങും പഠനങ്ങളുമാണ് ആവശ്യം എന്നുള്ളതാണ്. ഓക്കെ, അബൂ ഫറാസ് ഹമദാനിയാണ്. ഇനി അടുത്ത് നോക്കാം. മുത്തനബി, ഇബ്നു റൂമി, അബൂ നവാസ് ബഹ്തുരി, ബഗ്ദാദ്, അസ്ഹർ, മംബജ്, സൂര്യ, കുഫ. ഇതിന് ആൻസർ ഏതാണ്? മുത്തനബി, ഇബ്നു റൂമി, അബൂ നവാസ് ബഹ്തുരി. നോക്കാം. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ്. മുത്തനബി എവിടെയാണ്? കൂഫയിലാണ് ജനിക്കുന്നത്. മുത്തനബി കൂഫയിലാണ്. ഇബ്നു റൂമി എവിടെ? ബഗ്ദാദിലാണ്. അബൂ നവാസാണ് ഇവിടെ മമ്പദ്, സിറിയയിലെ മമ്പദിലാണ് അബൂ നവാസ് ജനിക്കുന്നത്. ഓക്കെ, അബൂ നവാസ് ജനിക്കുന്നത് സിറിയയിലെ മമ്പദിലാണ്. ബഹ്തുരി ബഗ്ദാദിലാണ് കേട്ടോ. ബഹ്തുരി ബഗ്ദാദിലാണ് ജനിക്കുന്നത്. ഓക്കെ, ഈ ചോദ്യം ഉത്തരം പറഞ്ഞു. ബഹ്തുരിയാണോ മമ്പജ്? അതെ.
ഓക്കെ. അഹ്വാസ് അപ്പൊ അബൂ ഒരു നുവാസ് മൻബജില് അബൂ തമാമ് ജാസിം അങ്ങനെ രണ്ട്. ആ അപ്പൊ ബുഖ്തരി മൻബജി എന്ന് പറയുമ്പോൾ ദാല് 3 വരണം അല്ലെ? ദാല് 3 വരുന്ന ഓപ്ഷൻ ഇല്ല. അപ്പൊ നോക്ക്. ഓക്കെ, ഇത് ഞാൻ നോക്കാം. നമ്മള് ഇതിന്റെ ആൻസർ പറയും. ദാല് 3 വരണുണ്ടല്ലോ. സി എന്നല്ലേ ദാല് 3 വരുന്നത്? സി ആണ്. അബൂ നുവാസ് അഹ്വാസിലാണ്. ശരിയെന്നല്ലേ? അതെ. അതെ ശരിയാണ്. നിങ്ങൾ പറഞ്ഞപ്പോ ഒരു കൺഫ്യൂസ്ഡ് ആയി. ഞാൻ മാറി തെറ്റിയത് നോക്കിയത് മാറിയുന്നുണ്ട്. ഇല്ല ഇവിടെ ബാവും ദാലും ഒന്നല്ലേ ഓപ്ഷൻ വരുന്നത് നോക്കി. ആ ടൈപ്പ് കുറവാണല്ലേ? ഓക്കെ ഓക്കെ, ആ ശരിയാക്കാം. നെക്സ്റ്റ് ഇതിന്റെ ഉത്തരവുള്ള അബൂ നവാസ്, അബൂ തമാം, ബിൻ റൂമി, മുത്തനബി, ബഗ്ദാദ്, കൂഫ, അഹ്വാസ്, ജാസിം. ഇത് നോക്കാം. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇത് കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. കഴിഞ്ഞ 2023 ഡിസംബർ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, അപ്പൊ സെയിം മോഡൽ ചോദ്യമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതില് നോക്ക്. അപ്പൊ അതിൽ ആരാ മാറ്റം വന്ന് നോക്കി. മുത്തനബി, ഇബ്ൻ റൂമി, അബൂ നവാസ്, ബുഖ്തരിയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ അബൂ നവാസ്, അബൂ തമാമ് എക്സ്ട്രാ വന്നു അല്ലെ? അബൂ തമാമിനെ പിടിച്ചു മാറ്റി അവിടെ ബുഖ്തരിനെ കൊണ്ടുവന്നു എന്നുള്ളതാണ് വ്യത്യാസം. ക്വസ്റ്റ്യൻ എന്താണ്? സെയിം തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ അത് പറയാൻ വേണ്ടി ജസ്റ്റ് ഉൾപ്പെടുത്തിയുള്ളൂ. അപ്പൊ അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ ഇത് കണ്ടപ്പോൾ ജസ്റ്റ് ഒരു മോഡൽ ഒന്നാം യൂണിറ്റുമായി ബന്ധപ്പെട്ട് കണ്ടപ്പോൾ ഉൾപ്പെടുത്തുന്നു മാത്രം. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ. അല്ലെങ്കിൽ അബൂ നവാസ് ആണ് അവിടെ. അഹ്വാസ്, അബൂ തമാമ് കൂഫയാണ്. ഇബ്ൻ റൂമി ബഗ്ദാദാണ്. മുത്തനബി ജാസിം, സിറിയയിലെ ജാസിം എന്ന പ്രദേശത്താണ് ഇരിക്കുന്നത് അല്ലെ? സോറി, മുത്തനബി കൂഫയിലല്ലേ? കൂഫയിലെ. അബൂ തമാം ജാസിമില്. അടുത്ത ചോദ്യം. ഷായർ الذي اعتبر سيف الدولة في الأبيات التالية. أنا الذي نظر الأعمى إلى أدبي فأسمعت كلمات من به صمم كم تطلبون لنا عيبا فيعجزكم ويكره المجد ما تأتون والكرم. പാടിയതായിരുന്നു ചോദ്യം. നമ്മളിത് ഈ വരിയുടെ അർത്ഥമോ ഈ കവിതയെ പരിചയമില്ലെങ്കിലും നമ്മളെ നേരെ ആൻസറിലേക്ക് പോകുന്ന ആരിലായിരിക്കും? മുത്തനബിയിലായിരിക്കും അല്ലെ? സൈഫുദ്ദൗല രാജാവ് മുത്തനബി തമ്മിൽ കുറെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അവസാനം അധികാരം ചോദിച്ചപ്പോൾ അവര് തെറ്റിപ്പിരിയുന്നുണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടതാണ്, പഠിച്ചതാണ്. ഒന്നത്. പിന്നെ രണ്ടാമത്തെ നമ്മളെ കാലഗണന നോക്കിക്കഴിഞ്ഞാലും ബഷാർ ഇബ്നു ബുർദും അബൂ നവാസ്, അബൂ തമാം എന്നൊക്കെ പറയുന്നത് എന്താണ്? വളരെ അടുത്ത് ജീവിച്ചു പോയ, അതായത് ഹിജ്റ 100 ശേഷവും 200 തുടക്കത്തിലുമൊക്കെ ആയി ജീവിച്ചു പോയ ആളുകളാണ് ആര്? ബഷാറും അബൂ നവാസും അബൂ തമാം ഒക്കെ പറയുന്നത്. മുത്തനബി എന്ന് പറയുന്നത് ഹിജ്റ 400-300 ശേഷം വരുന്ന ആളാണ്. സൈഫുദ്ദൗല രാജ്യവുമായിട്ട് ബന്ധമുള്ള ആളും അതാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം അതാണ്. നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ട് നോക്കിയാലും നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു മുത്തനബിയാണ് ആൻസർ ചെയ്തത്. ഓക്കെ, ചോദ്യം. فقل لمن يدعي في العلم فلسفة عرفت شيئا وغابت عنك أشياء. എന്നുള്ള കവിത ആരുടേതാണ് ചോദ്യം. ബുലത്താഹിയ, മുത്തനബി, അബൂ നവാസ്, ബഷാർ ഇബ്നു ബുർദ്. فقل لمن يدعي في العلم فلسفة എന്ന് വാദിക്കുന്ന ആളോട് നീ പറയണം عرفت شيئا وغابت عنك أشياء. കുറെ കാര്യങ്ങൾ നീ പഠിച്ചു, കുറെ കാര്യങ്ങൾ നീ പഠിച്ചിട്ടുമില്ല എന്ന് പറയണം എന്ന് പാടിയതാര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ് ഇതാരെ പാടിയത്? അബൂ നവാസിന്റെ വരികളാണ് കേട്ടോ. فقل لمن يدعي في العلم فلسفة عرفت شيئا وغابت عنك أشياء എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ചോദ്യം. نوع الشعر الذي ينظم فيه شاعر قصيدة كاملة على حرف واحد بحيث تبدأ كل أبياتها بنفس الحرف وتنتهي به.
ഒരു കവിത അല്ല അത് അവസാനിക്കുന്നതും അതിന്റെ അടുത്ത വരി ആരംഭിക്കുന്നതും കൊണ്ടാണ് ഒരേ അക്ഷരം കൊണ്ടാണ് എന്നുള്ളതാണ്. റൗള, അൽ ഗസൽ, അസ്സജ്ൽ, റുബാഇയാത്ത്. ഇത് നമ്മള് ലോജിക്ക് വെച്ച് ആൻസർ ചെയ്യാൻ പറ്റുന്ന സാധനം അല്ലേ? സജില് എന്താണ്? സജില് എന്താണ്? സജില് എന്ന് പറഞ്ഞതാണ് ഉന്തുലുസില് ഉള്ള ഒരു കാര്യം. ഒന്തലസില് വരുന്ന ഇംഗ്ലീഷിലാണ് ഉണ്ടായത്. എന്താണ് ആ അതിന്റെ ഒരു സവിശേഷത? എന്താ സജിലിന്റെ? കാഫിയ നിർബന്ധമില്ല. കാഫിയ വസീന് നിർബന്ധമില്ല അല്ലെ? നിർബന്ധമില്ല. ഇല്ല. ഈ കാഫിയ എന്ന് പറഞ്ഞ എന്താ സാധനം? അതായത് കാഫിയ എന്ന് ഏത് പറഞ്ഞ ലെറ്റർ മേലാണോ ഒരു കവിത രചിക്കപ്പെടുന്നത് ആ അവസാനിക്കുന്നത് ലെറ്ററിനെ പറയുന്നത്. കാഫിയ എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് ഒരക്ഷരം കൊണ്ട് തുടങ്ങി അതേ അക്ഷരം കൊണ്ട് തന്നെ എന്തായിരിക്കും പിന്നെ അവസാനിക്കുന്നു എന്നുള്ളതാണ് അല്ലെ? നമുക്ക് നോക്കാം ഇതിന്റെ ആൻസർ എന്താണ്? റൗളയാണ്. റൗള എന്നുള്ളതാണ്. ഇതൊക്കെ അധികവും മോഡേൺ കവിതകളിലാണ് കൂടുതലായി വരുന്നത് എന്നുള്ളതാണ്. ഗസല് എന്ന് പറയുന്നത് ഒരു പ്രണയകാവ്യം എന്നുള്ളൊരു കാവ്യശാഖയാണ്. അത് പ്രത്യേകിച്ച് ഒരു നിർവചനങ്ങളൊന്നുമില്ല. പിന്നെ റുബാഇയാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? 4 വരി 4 വരിയായി എഴുതുന്നല്ലേ? ഇങ്ങനെ 4 വരി 4 വരി വീതം. ആ 4 വരി വീതം അല്ലെ? അതാണ് റുബാഇയാത്ത് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് വരും അൽ ബഹറുല്ലദി അല്ലാഹു അഖ്ഫഷ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാമിലി, റംലി, സബദ്, വാഫിർ. ഏതാണ്? അതിന് വേറെയും പേരുകളുണ്ടല്ലോ. മുഹ്ദസ്, അഹ്ഫശി, അഖ്ഫശി, ഷഖീഖ്, പിന്നെ മുത്തദാരി, ഒന്നുകൂടി. യെസ്, മുത്തദാരിക്ക് ഒക്കെ പറയാറുണ്ട് അല്ലെ? മുത്തദാരിക്ക് ഒക്കെ പറയാം. അതൊക്കെ നോട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് അയ്യൻ തസ്രീഹ് ഗൈറ സ്വഹീഹ്. ബലാഗയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു എന്നുള്ളതാണ്. നോക്കിയാൽ മതി, നമുക്ക് ചർച്ച ചെയ്യാം. الكلام البليغ يجب أن يكون تصحيحا للتشبيه 4 أركان. في تشبيه التمثيل لا يكون وجه الشبه مفردا. يجب أن يكون المشبه به أقوى وأظهر من المشبه دائما. എല്ലാവരും ഡി ആണ് പറയുന്നത് അല്ലെ? എന്തുകൊണ്ടാണ് ഡി തെറ്റായത്? ദാഇമൻ ശരിയല്ലല്ലോ. അതുകൊണ്ടാണോ? ഓക്കെ, ഒരഭിപ്രായം. പിന്നെ വേറെ ആർക്കെങ്കിലും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടോ? ഡി പറയുന്നവർ എന്തുകൊണ്ടാണ് അത് തെറ്റിയത് എന്ന് പറയാൻ പറ്റുമോ? തശ്ബീഹ് മക്ലൂബ് വരുമ്പോ നേരെ തിരിച്ചു വരുമല്ലോ. തശ്ബീഹ് മുക്കലൂബ് എന്താണോ? ഞാൻ അങ്ങോട്ടൊന്നും പോകാം, അവിടെ ഒന്നും എത്തിയിട്ടില്ല. ഇത് വളരെ ബേസിക് ചോദ്യം. മുഷബ്ബഹ് അല്ല, വജ്ഹ് ഷബഹാണ് അഖ്വാ അലറായിട്ട് വേണ്ടത് എന്നുള്ളതാണ് അല്ലേ? നമ്മൾ പറയൽ അങ്ങനെ മുഷബ്ബഹ് ബിഹിയിൽ വജ്ഹു ഷബഹ് അഖ്വാ അലറായിട്ട് വേണമെന്നല്ലേ പറയല്? മുഷബ്ബഹിനേക്കാൾ നമ്മൾ ബേസിക് ആയിട്ട് പറയുന്ന സാധനമാണ് മുഷബ്ബഹ് ബിഹി പറയുന്ന സമയത്ത് നമ്മൾ ബേസിക് ആയിട്ട് പറയുന്നതാണ് 4 അർക്കാനുകളുണ്ട്. അതിൽ മുഷബ്ബഹ് ബിഹിയാണ് അതിന്റെ തൊർഫി തശ്ബീഹ് എന്ന് പറയുന്നത്. അതിൽ വജ്ഹു ഷബഹ് എപ്പോഴും എന്തായിരിക്കണം? മുഷബ്ബഹ് ബിഹി അഖ്വയായിരിക്കണം മുഷബ്ബഹിനേക്കാൾ. അങ്ങനെ അല്ലാതെ വരുമ്പോൾ എന്താണ്? അതെന്തായിരിക്കും? തശ്ബീഹ് മഖ്ലൂബ് ആയിരിക്കും എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ഞങ്ങള് തശ്ബീഹ് മഖ്ലൂബിലേക്കൊന്നും പോകണ്ട, വളരെ ബേസിക് ആയിട്ടുള്ള ഒരു വേർഡ് അവിടെ വെട്ടി വേർഡ്സിന്റെ ഒരു കട്ട് ചെയ്ത് പോയി എന്നുള്ളതാണ്. യകൂന വജ്ഹു ഷബഹ് ഫിൽ മുഷബ്ബഹി അഖ്വ വഅദ്ഹർ മിനൽ മുഷബ്ബഹി ദായിമൻ എന്നാണ് വേണ്ടത്. ഓക്കെ, മനസ്സിലായോ? ഇല്ല സാർ, ഒന്നും കൂടി പറയാം. മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. അതായത് മുഷബ്ബഹ് അഖ്വ വഅദ്ഹർ എന്നല്ല വേണ്ടത്, വജ്ഹു ഷബഹ് അഖ്വ വഅദ്ഹർ എന്നാണ് പറയേണ്ടത്. ഓക്കെ, മുഷബ്ബഹ് ബിഹിയിലുള്ള വജ്ഹു ഷബഹ് എന്തായിരിക്കണം? എപ്പോഴും അഖ്വ വഅദ്ഹർ ആയിരിക്കണം. എന്തിനേക്കാൾ? മുഷബ്ബഹിനേക്കാൾ എന്നാണ് ആ ജുംല സ്റ്റേറ്റ്മെന്റ് എന്ത് കറക്റ്റായി വരേണ്ടത് എന്നുള്ളതാണ്.
ഇവിടെ എന്ത് പറഞ്ഞില്ല, വജഹു ഷബഹിനെ കളഞ്ഞിട്ടാണ് ആ ജുംല ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി അങ്ങനെ അല്ലാതെ വരുന്ന സമയത്തായിരിക്കും നിങ്ങൾ വരുന്ന പറഞ്ഞ ഇവിടെ തഷ്ബീഹ് മഖ്ലൂബായി മാറാം. മുഷബ്ബഹിനെ എന്താക്കിയിരിക്കും, മുഷബ്ബഹ് ബിഹിയെ ഇനി എന്താക്കും, മുഷബ്ബഹാക്കി മാറ്റും. എന്ത് പറഞ്ഞുകൊണ്ട് മുഷബ്ബഹിലാണ് വജഹു ഷബ്ഹ് അഖവ വലഹർ എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് വജഹുൽ ഖലീഫത്തി അല്ലല്ലോ. അത് വജഹു ഷബഹില് മുഷബ്ബഹ് ബിഹി അഖ്വ ആകണം എന്നല്ലേ? മുഷബ്ബഹിനേക്കാൾ മുഷബ്ബഹ് ബിഹിയിൽ വജഹു ഷബഹ് അഖവയാകണം എന്ന് അതന്നല്ലേ കൊടുത്തിട്ടുള്ളത്. ദാഇം എന്ന് പറഞ്ഞുകൊണ്ടല്ലേ തെറ്റായ? ദായിമൻ എന്ന് പറഞ്ഞത് എങ്ങനെയാണ് തെറ്റാവുന്നത്? അത് അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. അങ്ങനെ അല്ലാതെ ഇരിക്കുമ്പോഴാണല്ലോ നമ്മൾ തഷ്ബീഹ് മഖ്ലൂബ് എന്ന് പറയുന്നത്. അല്ല, അഖ്വ അല്ലാതെയും നാദിറായിട്ട് വരാൻ പറ്റുന്നല്ല എന്തോ മഖ്ലൂബ് പറഞ്ഞില്ലേ? അത് അങ്ങനെ വരാതിരിക്കുമ്പോഴും തഷ്ബീഹ് മഖ്ലൂബായി. അതല്ലാതെ നോർമൽ കേസിൽ എപ്പോഴും എന്തായിരിക്കണം, മുഷബ്ബഹ് ബിഹിയിൽ വജഹു ഷബഹ് അഖ്വ വലഹർ ആയിരിക്കണം എന്നല്ലേ? അത് തെറ്റാവോ? അതുകൊണ്ടല്ലേ തെറ്റിയത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. തഷ്ബീഹുൽ മുഅക്കദ് വളരെ ഈസിയാണ്. തഷ്ബീഹുൽ മുഅക്കദ് ഏതാണ്? ഓക്കെ, നമുക്ക് ഓരോന്നും പറയാം. വജഹു ഷബഹ് കളയപ്പെട്ടത് ഏതാ? മുജ്മല്. ഓക്കെ, വജഹു ഷബഹ് പറയപ്പെട്ടത് മുഫസ്സിൽ. ഫസ്സൽ. ഓക്കെ, അദാത്ത് കളയപ്പെട്ടത് അദാത്ത് പറയപ്പെട്ടത് മുർസൽ. ഇനി അദാത്തും അതുപോലെ വജഹു ഷബഹ് രണ്ടും കളയപ്പെട്ടത് ബലീഗ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. കഅന്നഹൽ ഹിലാലു നിസ്ഫു സിവാരിൻ വസ്സുറയ്യ കഫ്ഫു തുഷാറു ഇലൈഹി എന്ന ടൈപ്പ് വരുന്നതാണ്. വസ്സുറയ്യ കഫ്ഫും തുഷാറു ഇലൈഹി എന്നുള്ളതാണ്. ഇത് ഏതിന്റെ ഉദാഹരണമാണ്? തഷ്ബീഹ് ബലീഗ്, മജാസുൽ ലുഗവി, അൽ-ഇസ്തിആറ അൽ-മക്നിയ, തഷ്ബീഹ് തംസീൽ. തഷ്ബീഹ് തംസീലാണ്. ഈ തഷ്ബീഹ് തംസീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ സവിശേഷത എന്താ? ചിത്രരൂപത്തിൽ ഒന്നിലധികം വജഹു ഷബഹ് എന്തായിരിക്കും? മുൻതസിഅത്തുൻ മിൻ മുതഅദ്ദിദ അല്ലെ? വിവിധ ഘടകങ്ങളിൽ നിന്ന് ഊരിയെടുത്തായിരിക്കും. വജഹു ഷബഹ് എന്തായിരിക്കും? മുൻതസിഅത്തുൻ മിൻ മുതഅദ്ദിദ എന്നുള്ളതാണ് പറയാറുള്ളത്. അതുകൊണ്ടാണ് എന്താകുന്നത് തഷ്ബീഹ് തംസീൽ എന്ന് പറയുന്നത്. ഈ കവിതയുടെ ഇതാണ്, ഒരു ബഹൈറത്തിനെ, ഒരു കുളത്തെ എന്താണ്, ചെറിയൊരു കുളത്തെ വർണ്ണിച്ച് പാടുകയാണ് കവി. ഫകഅന്നഹൽ ഹിലാലു നിസ്ഫു സിവാരിൻ വസ്സുറയ്യ കഫ്ഫുൻ തുഷാറു ഇലൈഹി എന്ന് പറയുന്ന ഒരു വരിയാണ്. അതില് ക്രിസ്ത്യാനിയുടെ വിശദീകരണോട് കൊടുക്കുന്നുള്ളൂ. ഒന്നാമത്തേതിൽ എന്ത് ചെയ്തെന്ന് വെച്ചാല് ബുഹൈറത്തിനെ തസ്ബീഹ് ചെയ്ത് സിംഹാരി പകലിൽ എന്തിനോട്, പിന്നെ സൂര്യപ്രകാശത്താൽ ചുറ്റപ്പെട്ട ഇത് ജനാശയം, അതിന്റെ രണ്ട് ഭാഗത്തുമായിട്ട് എന്താ അതിനെ പൊതിഞ്ഞു നിൽക്കുന്നുണ്ട് തോട്ടങ്ങൾ. അൽ ബസാത്തീൻ അൽ ഖളറ അൽ ഇല സവാദ്, നല്ല ഇടതൂർന്ന മരങ്ങളൊക്കെ ഉള്ള വലിയ പച്ചപ്പുള്ള തോട്ടം. അപ്പോൾ അതൊരു ഇരുട്ട് പോലെ ആയിട്ട് അതിന്റെ ചുറ്റുഭാഗത്തും കൂടി നിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്തിനോട്? സൂറത്തിൽ കമരി എന്തിനോട് സാദൃശ്യപ്പെടുത്തി? നക്ഷത്രത്തോട്, സോറി ചന്ദ്രനോട് സാദൃശ്യപ്പെടുത്തി. അല്ലെ, ചന്ദ്രൻ എന്താണ്? ഇരുളാർന്ന രാത്രി, ചുറ്റുവിരലാണ്, അതിൻ്റെ ഒരു വെളിച്ചപ്പെട്ടു പോലെ ചന്ദ്രൻ എന്താവും, പ്രകാശിച്ചു നിൽക്കും. അപ്പൊ ഒരു ഭാഗത്ത് നിന്നാണ്, ഈ രൂപത്തിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോ എന്താണ്, പിന്നെ കാടിന്റെ നടുവിൽ, പച്ചപ്പുള്ള കാടിന്റെ നടുവിൽ ആ ഇരുട്ടിനുള്ളിൽ തെളിഞ്ഞു നിൽക്കുന്ന ജലാശയം ഏതുപോലെയാണ്? ഇരുട്ടിൽ പ്രകാശിക്കുന്ന ചന്ദ്രനെ പോലെയാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറയണോ സുറയ്യ കഫ്ഫുൻ തുഷീറു ഇലൈഹി എന്ന് പറയുന്നു. രണ്ടാമത്തെ ബൈത്തിൽ എന്താണ്? അവിടെ പ്രകാശിക്കുന്ന ഹിലാലിന് ചന്ദ്രൻ എന്താക്കി? ബിനിസ്ഫിസ് ബാർ, വളയുടെ പാതി ഭാഗം കൊണ്ട് എന്താക്കി? തഷ്ബീഹ് ചെയ്തു. സിസ്തിദാറത്തി മോളാത്തി, അതിന്റെ ആ റൗണ്ട് എന്നുള്ള രൂപത്തിലും അതിന്റെ വെളിച്ചം എന്നുള്ള അർത്ഥത്തിലും. എന്നിട്ട് വശബ്ബഹ സുറയ്യ അല്ലത്തി തത്തബഉഹു ബിൽ കഫ്ഫി അല്ലദി തുഷീറു ഇലൈഹി, എന്നിട്ട് എന്താക്കി?
സുറയ്യ നക്ഷത്രത്തെ അതിലേക്ക് പിന്നെ അത് ചൂണ്ടിക്കുന്ന വിരൽ പോലെയാക്കി അവിടെ എന്ത് ചെയ്തു സാദൃശ്യപ്പെടുന്നു. കന്നഹുക്കത് ഫുക്ലത്തു, അതിന്റെ ബാക്കി ഭാഗം നഷ്ടപ്പെട്ടതുപോലെ. ഫഹിയ തുരീദു അൽ ബിഹി, അത് അതിനോട് എന്താകുന്നുണ്ട്, ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. ഇൻസാഖിഹി ഫൈമുദിയാനിസീരിഹി, അതിനോട് ചേർന്ന് നിന്ന്, അതായത് ചന്ദ്രന്റെ നഷ്ടപ്പെട്ടു പോയ ബാക്കി ഭാഗം പോലെ എന്തിനാക്കി, ഈ സുറയ്യ നക്ഷത്രത്തെ ആക്കി. അത് ഏതുപോലെയുണ്ട്, വളയുടെ പാതി പോലെയുണ്ട് എന്ന് കൂടിയാണ്. അപ്പൊ കുറെ ഘടകങ്ങൾ ചേർന്നിട്ടാണ് ഇവിടെ എന്താവുന്നത്, വജ്ഹ് ശബഹ് രൂപപ്പെടുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എന്തായാലും തശ്ബീഹും തംസീൽ ആയത് കേട്ടോ. ഇനി അടുത്തത് ഫഅമ്മൽ യതീമു ഫലാ തഖ്ഹർ വഅമ്മ സ്സായില ഫലാ തൻഹർ. എത്രയോ തവണ ചർച്ച ചെയ്ത് പോയതാണ്. ഇത് ഏതാണ്, പെട്ടെന്ന് പറയൂ. തിബാഖ്, ജിനാസ്, തൗരിയ, മജാദ്, മുർസൽ. ജിനാസ്. ജിനാസ് അല്ലേ? താമോ വയറു താമോ? വയറുത്താം. കാരണം ഹുറൂഫ് അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ينشق نور الهدى عن نور غرته كالشمس ينجاب عن إشراقها القطم. ചില റിവായത്തുകൾ വലമുണ്ട് കേട്ടോ. ഇതാരെ പറ്റി പാടിയതാണ്? ആര് പാടിയതാണ് ഈ വരി? ഫറസ്ദഖ് പാടിയതാണ് അല്ലെ? അലി ഇബ്നു ഹുസൈനെ കുറിച്ച് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് എന്താണ് ഫറസ്ദഖ് പാടിയതാണ് അല്ലെ? ബാങ്ക് കൊടുക്കുന്നത്. ബാങ്ക് കൊടുക്കുന്നത് കേട്ടോ. ഇതിന്റെ ഉത്തരം എന്താണ്? ജരീറിന്റെ ബൈത്താണ് കേട്ടോ. ഇത് വളരെ പ്രശസ്തമായ ബൈത്താണ്. ജരീർ പാടിയതാണ്. പല കാബൻ ബലഗത് പല ഖിലാബൻ എന്നുള്ളതാണ് ജരീറിന്റെ ഒരുങ്ങാണ്. ഷായറുല്ലദി ബലഗ മിൻ കിബ്രി നഫ്സിഹി അന്നഹു ദഅ ഇലാ ബൈഅതിഹി ബിൽ ഖിലാഫ. അല്ലെ? മുത്തനബിയാണ്, നമുക്കറിയാം. എപ്പോഴും ഞാനെന്താണ് വലിയ ആളാണെന്ന് ഉള്ളൊരു ബോധ്യം കൊണ്ടു നടക്കുകയും ചെറിയ പ്രായത്തിൽ തന്നെ ഉന്നതങ്ങളിൽ എത്തിച്ചേരണം എന്ന ആഗ്രഹം കൊണ്ടു നടക്കുകയും ചെയ്ത കവിയായിരുന്നു ഒരു മുത്തനബി എന്ന് പറയുന്നത്. എന്നിട്ട് അവസാനം ഖിലാഫത്തിന് അദ്ദേഹം വേണ്ടി വാദിക്കുന്നത്. അങ്ങനെയാണ് സൈഫുദ്ദൗല രാജാവായിട്ടൊക്കെ തെറ്റാനുള്ള ഒരു കാരണങ്ങളിൽ ഒന്നതാണ് അല്ലെ? അങ്ങനെ അവിടുന്ന് ഉപേക്ഷിച്ചു പോകുന്നത് മുത്തനബിയാണ്. നെക്സ്റ്റ് ചോദ്യം, ഇതൊക്കെ എത്രയോ റിപ്പീറ്റഡായി വന്നതാണ് അല്ലെ? ജനാഹു അബി അലിയും ജനാഹു അബി അലയ്യ വമാ ജനൈതു അലാ അഹദിൻ. ഇതാരുടേതാണ്?
അബുൽ അലാൽ മാരിയുടേതാണ് അല്ലേ? അബുൽ അലാൽ മാരിയുടേതാണ്. നെക്സ്റ്റ് ചോദ്യം. الذي له أشعار كثيرة في التعامل والشراء وكان شديد الطيرة يغلو فيها. സ്ക്രീൻ കാണുന്നില്ലേ? ഇതിന് ഉത്തരം ഏതാണ്? ഇബ്നു റൂമിയാണല്ലേ? നമുക്കറിയാം തീറത്ത് എന്ന് പറയുന്നതിലേക്ക് സൂചിപ്പിച്ചാൽ തന്നെ നമ്മൾ എങ്ങോട്ട് പോകും? ഇബ്നു റൂമിയിലേക്കാണ് അല്ലെ? ഭയങ്കരമായിട്ട് തീറത്ത് ലക്ഷണം നോക്കിയിരുന്ന ആൾ കൂടിയാണ് ആര്? ഇബ്നു റൂമി എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. أول من خطب على شرف واتكأ على سيف وقال في خطبه أما بعد. എത്രയോ തവണ ചർച്ച ചെയ്ത് പോയതാണ് ഈ ഖുസ്ബിനു സഈദത്തുൽ ഇയാദിയാണ്. ഖുസ്ബിനു സഈദത്തുൽ ഇയാദിയാണ്. നെക്സ്റ്റ് ചോദ്യം. رتب الكتاب حسب تواريخ ولادتهم ترتيبا تصاعديا. بالحميد، قاضي الفاضل، شاهين البادي، بن القصاد. ഓപ്ഷൻ എ ആണല്ലേ? ആദ്യം ഇബ്നുൽ മുഖഫാന്, ശേഷം ആരാണ്? ഇബ്നുൽ ഹമീദ്, പിന്നീട് സാഹിബിൻ അബ്ബാദ്, ഖാദി അൽ ഫാദിലാണ് ഏറ്റവും അവസാനം വരുന്നത് അല്ലെ? നമ്മള് അത്തബഖത്തുർ റാബിയയുടെ ആളായിട്ടാണ് ആരെ എണ്ണുന്നത്? ഖാദി ഫാദിൽ നിന്ന് തബഖത്തുർ റാബിയന്റെ ആളായിട്ടല്ലേ? അല്ലേ? 4 തൊബഖകളായിട്ട് ഇരിക്കുന്നില്ലേ? അതെ അതെ. അല്ല, ഒന്നാരാ തബഖത്തു ലൂന, സാനി 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 ജാഹിദ്, സാലിസ് ജാഹിൽ അമീദ് ഇബ്നുൽ ഹമീദ്, റാബി ആരാണ്? ഖാദി അൽ ഫാദിലാണ്. اوكي next ചോദ്യം. كأنكم لم تقرأوا كتاب الله ولم تسمعوا ما أعد الله من العذاب الكريم لأهل طاعته والعذاب الأليم لأهل معصيته. ഇതാരുടെ വാർത്താണ്? നിങ്ങളൊക്കെ പഠിച്ച പ്രസംഗമായിരിക്കും. അലി ഇബ്നു അബി ത്വാലിബ്, സിയാദ് ബിൻ അബീഹി, താരിഖ് ബിൻ സിയാദ്, ഹജ്ജാജ് ബിൻ അസ്വദ് അസ്സഖഫി. സിയാദ് ബിൻ അബീഹി അല്ലെ? ഈ പ്രസംഗത്തിന്റെ പ്രത്യേകത എന്താണ്? ചോദ്യം. نشأ بالشام من سلالة غير عربية منسوب إلى بنو عامر نسبة ولائية. بنو عامر لك بيتنا ولائية لكن نسبة شيء قرار مدائن. قاضي الفاضل، بن العميد، عبد الحميد الكاتب، جاهل. അബ്ദുൽ ഹമീദ് ഖാത്തിബാണ്. അബ്ദുൽ ഹമീദ് അൽ ഖാത്തിബ്. നെക്സ്റ്റ് ചോദ്യം. മദീന എന്നുള്ള പട്ടണത്തിന്റെ അർത്ഥം സിറ്റി എന്നുള്ളതാണ്. ഏതിൽ നിന്ന് വന്നതാണ്? മുദിന്, ദൈനു, ദൂന, ദാന. ഏതിൽ നിന്നാണ്? മുദിന് എന്നാണ് അല്ലെ? മുദിന് നിന്നാണ് മദീന എന്നത് പട്ടണം എന്ന് പറയുന്നത്. നെക്സ്റ്റ്. ഖാഫ ഖാഫു എന്ന് പറയുന്നത് ഏത് ഭാഗപ്പെട്ടതാണ്? സമീഅ യസ്മഉ അല്ലെ? ഖാഫ യഖ്വഫു അല്ല വരിക അല്ലേ? അസ്ലി സമീഅ യസ്മഉ ആണ്. ഓക്കേ, നെക്സ്റ്റ്. റുവൈദക എന്ന് പറയുന്നത് വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. اسم فيل حرف، اسم فيل أمر، اسم فيل مضارع، اسم فيل ماضي. دونك، رويدك. اسم فيل അംറിൽ വരുന്നതാണ്. اسم فيل അംറിൽ വരുന്നതാണ് റുവൈദക എന്ന് പറയുന്നത് അല്ലേ? അതിന്റെ അർത്ഥം എന്താ? കേട്ടില്ല. എന്തോ തമഹൽ അല്ലെ? സാവധാനം എന്ന് പറയാൻ വേണ്ടി എന്ന് പറയാം. റുവൈദക എന്ന് പറയുന്നു. നെക്സ്റ്റ് വരും. എന്തോ കിതാബൻ ഖദീമൻ എന്ന് പറയുന്നതിൽ ഇന്തഹു എന്നുള്ള പദം ലർഫ്, ഹാല്, മുബ്തദ, ഖബർ. ഖബർ മുഖദ്ദമാണ് അല്ലെ? ഖബർ മുഖദ്ദമാണ് എന്നുള്ളതാണ്. ഓക്കെ, ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇഷ്ടംപോലെ പല എക്സാമുകളിലും വന്നു പോയിട്ടുള്ളതാണ് കേട്ടോ. തെറ്റാവോ? ഏത്
വർഫ് ലർഫ് അല്ല, ഇവിടെ ഖബറാണ് പറയാറുള്ളത് കേട്ടോ. അടുത്തത് അയ്യാണ് ജുംല സ്വഹീഹ മിമ്മായിലി, അതതുമായി ബന്ധപ്പെട്ടത്. ഇതിലേതാണ് ശരി? ഡി. എന്തുകൊണ്ട്? ഖറഅത്തുൽ യൗമ ഓപ്ഷൻ എ തെറ്റാൻ കാരണം എന്താ? ഓപ്ഷൻ എ തെറ്റാൻ കാരണം ഇഹ്ദാ ഇഹ്ദാന്നുള്ള മുഅന്നസായിട്ട് വന്നു. ഓക്കെ. ഓപ്ഷൻ ബി തെറ്റാൻ കാരണം കുത്തുബിൻ ഉപയോഗിക്കൂല. കുത്തുബിൻ എന്നായി വന്നു അല്ലെ, ജമ്മായിട്ട് വന്നോളൂ. ഈ കിതാബിൻ എന്ന് പറഞ്ഞാൽ ശരിയാവോ? കുത്തുബിൻ ജമ്മായിട്ട് വന്നു പറഞ്ഞു. എങ്ങനെ തമ്മീസായിട്ട് വരണം അല്ലെ? കിതാബൻ എന്നാണ് വരേണ്ടത് അല്ലെ? തമ്മീസ് മുഫ്രദ് ആയിട്ട് വരണം എന്നുള്ളതാണ്. ഓക്കെ. ഇനി സി തെറ്റാൻ കാരണം ഓപ്ഷൻ സി തെറ്റാൻ കാരണം മുഅന്നസായിട്ട് വന്നു. ഓപ്ഷൻ സി തെറ്റാൻ കാരണം എന്താ? അഷറത്ത എന്ന് പറഞ്ഞല്ലേ? അഷറത്ത എന്ന് പറഞ്ഞു. ഓക്കെ. തസ്നിയിൽ വാഹിദും ഇസ്നാനിയിൽ നമ്മൾ പറഞ്ഞത് രണ്ടും അതതും അതും തമ്മിൽ എന്തായിരിക്കും? ഒരേപോലെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ അഷറ എന്നാണ് വേണ്ടിയിരുന്നത്. അഷറത്ത എന്ന് പറഞ്ഞുകൊണ്ട് എന്തായി? തെറ്റിപ്പോയി എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണെന്ത് ശരി. മാ ഖറഅത്തുൽ യൗമ അഹദ അഷറ കിതാബൻ എന്നുള്ളതാണ് പറയുന്നത്. സ്ക്രീൻ കാണുന്നില്ലേ? ഉണ്ടല്ലോ. ഉണ്ട്. സ്ക്രീൻ എടുക്കാൻ എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടോ? ഇല്ലല്ല, കാണുന്നുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ. ക്വസ്റ്റ്യൻ മാറിയോ? സാർ ബാക്ക് അടിച്ചോ? ഓപ്ഷൻ ബി ആണ് ആൻസർ അല്ലേ? ഇതെന്താണ്? സോബാൻ പറയൂ. ലതകാന്നല്ലേ? ലതക എന്നുള്ളതാണ് പാമ്പ് കൊത്തുന്നതിന് പറയാം അല്ലെ? വിഷദംശിക്കുന്നതിന് പറയൊക്കെ. ചെന്നായ എന്താവും? ഓരിയിടും എന്നുള്ളതാണ്. അൽ ഹിസാനു കുതിര എന്താണ്? കുതിര എന്താണ്? യസ്ഹലു. ഓക്കെ. അന്നാമൂസു യൽസഉ എന്നുള്ളതാണ്. ഇതിലെ പല പദങ്ങൾ ഇപ്പം അൽ ഹിസാനു യസ്ഹലു അസ്സഅബാനു യൽദഹു അസ്ദിബു യഅവി എന്നൊക്കെ പറയുന്നത് എനിക്കൊന്ന് നഹ്ലു അതിന്റെ തംബീനിലേക്ക് എപ്പോഴും വരുന്ന പദങ്ങളാണ് അല്ലേ? നാമൂസ് നാമൂസ് എന്ന് പറഞ്ഞ ഏതാ ജീവി? കൊതുകാണോ? കൊതുക്. നാമൂസ് കൊതുക് അല്ലേ? ബഹൂദത്ത് നിന്നാണ് പഠിച്ചല്ലേ? ഓക്കെ. പോയോ? സ്ക്രീൻ പോയോ? കുറെ സമയമായി. പോയിക്കല്ലോ. ഞാൻ ഷെയർ ചെയ്യാം. എനിക്ക് സംഭവിച്ചിട്ടില്ല. പോയില്ല. പോയിട്ടുണ്ട്.
പോയിണ്. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ചോദ്യം. قبل ظهور الإسلام كانت اللغة اليمن القديمة اللغة الإبرية، اللغة النبطية، اللغة المغربية، اللغة القحطانية. ഏതാണ്? യമൻ കഹ്താനികളാണ് അല്ലെ? യമൻ കഹ്താനികളാണ്. നമ്മൾ പറഞ്ഞതാണ് അല്ലെ? ഈ അന്നബത്തിയൊക്കെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? നബത്തിയ എന്നുള്ളതിന് എന്തെങ്കിലും സവിശേഷത ഉണ്ടോ? ഓർക്കുണ്ടോ? ആദ്യകാലത്ത് അറബി എഴുതിയിരുന്നത് ഏത് ഇതിലായിരുന്നു? ലിപി വന്നതല്ലേ? യെസ്, നബത്തി ലിപിയിലായിരുന്നു എന്തിരുന്നത്, എഴുതിയിരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് ഓരോ ക്വസ്റ്റ്യൻ ഉണ്ട്, അവിടെ പറയട്ടെ നമുക്ക് നോടി. നയ്യൻ മജ്മുഅ സ്വഹീഹ ലിതവാരീഖ് വഫാത്ത് ശുഅറ ഹസ്ബ തർതീബ് തനാസുൽ. ഓർഡർ അനുസരിച്ചാണ് പറയുന്നത്. സുഹൈർ ബി സുൽമ, അംർ ഇബ്നു കുൽസൂം, അൻതറത്ത് ഇബ്നു ഷദാദ്, ഇത് 3 പേരാണ് തന്നിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണല്ലേ? ഓപ്ഷൻ ബി ആണ്. സുഹൈറാണ് എന്താണ് അവസാനം മരിക്കുന്നല്ലേ? നബുവത്തിന്റെ 11 വർഷം മുമ്പാണ് ആര് മരിക്കുന്നത്? സുഹൈർ ഇബ്നു അബീ സുൽമ അൽ മുസ്നി എന്താവുന്നത്, മരണപ്പെടുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ചോദ്യം. തനാസുലി തസാവുദി എന്ന് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞ തവണ എല്ലാവർക്കും മനസ്സിലായ ഭാഗമാണ്. അസെൻഡിങ് ഓർഡർ അല്ലേ അത്? അതെ, തസാവുദി എന്ന് പറഞ്ഞാൽ അസെൻഡിങ് ഓർഡർ അല്ലേ? യെസ്. കയറി പോവുക, പിന്നെ അതിലാന്ന് പറഞ്ഞാൽ ഇറങ്ങിയ താഴോട്ട് വരിക. അത് ഈ താരീഖ് നോക്കുമ്പോ എങ്ങനെയാണ് അത് ശരിയാവുക? തിരിച്ചു മറിച്ചു നോക്കിയാൽ മതിയല്ലോ. തൊണ്ണൂറ്റി ആളുകളെ കൊന്നാരാണ്? സെൻഫർ അൽ അസ്ദി ആണല്ലേ? പലപ്പോഴും വന്നിട്ടുള്ള ചോദ്യമാണ് ഇതൊക്കെ, റിപ്പീറ്റഡ് ആണ് കേട്ടോ ക്വസ്റ്റ്യൻസ് ഒക്കെ. സെൻഫർ അൽ അസ്ദി ആണ്. പിന്നെ 55 മുതൽ 59 വരെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്, അത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുപോലെ 60 മുതൽ 64 വരെയും പാരഗ്രാഫ് ആണ്. ഇത് വേണമെങ്കിൽ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഉൾപ്പെടുത്തിയിട്ടില്ല. എന്തിന്റെ തലസ്ഥാനമാണ്? യമന്റെ തലസ്ഥാനമാണ് ഒരു സ്വൻആ എന്ന് പറയുന്നത്. ഓക്കെ, ഷാ വലിയുല്ലാഹി ദഹ്ലവിയുടെ വല്ലാത്ത രചനയായിരുന്നു ഫിയുൽ ഹറമൈൻ മറ്റ് 3 രചനകളും ആരുടേതാണ്? ഷാ വലിയുല്ലാഹി ദഹ്ലവിയുടേതാണല്ലോ. സി ആരുടെ ബുക്കാണ് സാറേ? അതാർക്കാ സാറേ? ഖൗലുൽ മുബീൻ ഫീ ദറാറിൽ മുശ്രിക്കീൻ ആരുടെ രചനയാണ്? ഖൗലുൽ മുബീൻ ഫീ ദറാറിൽ മുശ്രിക്കീൻ. ഖൗലുൽ മുബീൻ എന്ന് പറഞ്ഞ കുറെ പുസ്തകങ്ങളുണ്ട്. ദറാറിൽ മുശ്രിക്കീനാണ് കണക്ട് ചെയ്ത് കിട്ടാത്തത് കേട്ടോ. ദഹ്ലവിക്ക് പക്ഷെ കൗല് അവിടെ കുറച്ച് ചേഞ്ച് ഉണ്ട്. ഏത് പുസ്തകത്തെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? അത് ഓക്കെ, പുസ്തകം ആരുടേതാണെന്ന് മനസ്സിലായിട്ടില്ല കേട്ടോ. ഖൗലുൽ മുബീൻ ഫി ഹിദായത്തുൽ മുസ്തർഷിദീൻ ഉണ്ട്, സലാഹുദ്ദീൻ അഹ്മദ് ഫലത്തിയുടേതുണ്ട്. അങ്ങനെ അതുപോലെ ഖൗലുൽ മുബീൻ ഫി തദ്ഹീബി മൗഖിൽ മുസ്ലിമീൻ, ഖൗലുൽ മുബീൻ ഫി ഹിദായത്തി അൽ മുഫസ്സിരീൻ, ഖൗലുൽ മുബീൻ ഫി ഖുലത്ത്, അങ്ങനെ കുറെ ഇതുണ്ട്. ദറാറുൽ മുശ്രിക്കീൻ ആരാണെന്ന് മനസ്സിലായിട്ടില്ല, നമുക്ക് നോക്കട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ജംഹറത്തുൽ ബലാഗ ആരുടെ രചനയാണ്? ആരുടെ രചനയാണല്ലേ? ആരുടേതാണ് ജംഹറത്തുൽ ബലാഗ? യെസ്, ഹമീദുദ്ദീൻ അൽ ഫറാഹിയുടേതാണ്. ബലാഗത്തുൽ ഖുർആനും ജംഹറത്തുൽ ബലാഗക്കാരുടേതാണ്, ഹമീദുദ്ദീൻ അൽ ഫറാഹിയുടേതാണ്. ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ ഫത്വ, ജിഹാദിനുള്ള ഫത്വ പുറപ്പെടുവിച്ച പണ്ഡിതനായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ ചർച്ച ചെയ്ത ഖൈറാബാദ്, അതിന്റെ പേരിലാണ് അദ്ദേഹത്തെ കണ്ടിട്ട് അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിലൊക്കെ ഖൈറാബാദിനാണ്. ഇനി താഴെ നിന്ന് സ്റ്റേറ്റ്മെന്റ്. മിസിബുറയിൽ ജനിച്ചത് ഹിംസിലാണ്, മദ്രസത്തുൽ ഫറൻസിയയിലാണ് അദ്ദേഹം പഠിച്ചത് എന്നാണ് പറയുന്നത്. അത് ശരിയാണോ? ശരിയല്ല. എന്താണ് തെറ്റത്? എന്താണ് തെറ്റ്? മദ്രസത്തുൽ റൂസിയയിലാണ് അല്ലെ? അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം ആരെ കണ്ടുമുട്ടുന്നത്? മിഖായിൽ നബിയെ കണ്ടുമുട്ടുന്നതും പിന്നീട് മിഖായിൽ നബി ഷാഇർ ത്വരീഖ് എന്നുള്ള വിശേഷണമൊക്കെ അദ്ദേഹത്തിന് നൽകുന്നതും നമ്മൾ ചർച്ച ചെയ്തതും പഠിച്ചതൊക്കെയാണ്. പിന്നെ നസീബ് റത്തുബത്ത് അറ്റ്ലാന്റിക് സ്ഥാപിക്കുന്ന 1912. അത് ശരിയാണ്. അപ്പൊ ഒന്ന് തെറ്റും രണ്ടാമത്തെ എന്താണ് ശരി എന്നാണ്. ഓക്കെ. ഇനി നസീബ് ഉറയിലയുടെ അല്ലാത്ത വർക്ക് ഏത്? ജിക്കൽ ജലീൽ ഹംസി, സംസാമ, ഇഖ്തിസാർ അബി ഫറാസ് അക്ബർ, അത്തിയാഫ് റബിയ. ഇതിൽ നസീബ് ഉറയിലയുടേതല്ലാത്ത വർക്ക് ഏത് എന്നാണ് ചോദിച്ചത്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആരുടേതാ? അഹമ്മദ് സക്കി അബൂഷാദിയുടേതാണ് അല്ലെ? അഹമ്മദ് സക്കി അബൂഷാദിയുടേതാണ് അത്തിയാഫുർ റബി എന്ന് പറയുന്നത്. ഓക്കെ. വളരെ പ്രശസ്തമായ വരികയാണ്. ഇത് പഴയ 2004 മുതൽ ഇങ്ങോട്ടുള്ള ഒരു 17 മുമ്പുള്ള എക്സാമുകളിലൊക്കെ നിരന്തരമായി ചോദിച്ചിരുന്ന ഒരു വരിയും കൂടിയാണ്. അത് ആരുടേതാണെന്നുള്ളത് ഈലിയ അബുമാലിയുടേതാണ് അല്ലെ? ഈലിയ അബുമാലിയുടേതാണ് ഈ വരികൾ അല്ലെ? ജീവിതം എന്ന് പറയുന്നത് കവിത പോലെയാണ്. നമ്മുടെ ആയുസ് എന്നാണ് അതില്, പിന്നെ വരികളാണ്. കാഫിയാണ് അതില് മരണം എന്നൊക്കെ പറയുന്നത്. ജന്നാൻ എന്ന വിശേഷണം ലഭിച്ച പോയിറ്റാരി, അന്തലൂസിയൻ പോയിറ്റാരി. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. യെസ്, ഇബ്നു ഖഫാദിയാണ് അല്ലെ? ലുഖിബ ബിൽ ജന്നാൻ എന്നുള്ള വിശേഷണം ലഭിച്ചത് ഇബ്നു ഖഫാദിക്കാണ്. എന്തുകൊണ്ടാണ് വിശേഷണം കിട്ടിയത്? പ്രകൃതിയെ കുറിച്ച് മാത്രം പറയണം, ധാരാളമായി പാടിയതുകൊണ്ടാണ്. യെസ്. അടുത്ത ചോദ്യം. اتخذ عمر بن ابي ربيع موضوعات شعره المرأة المتحلرة المطرفة المرأة البدوية الجميلة. ഉമർ ഇബ്നു അബീ റബീഅ തന്റെ കവിതകൾക്ക് വിഷയീഭവിച്ച് കൊണ്ടുവന്നിരുന്നത് ഏതുതരം സ്ത്രീകളെ ആയിരുന്നു എന്നാണ് ചോദ്യം. ഒന്ന് അൽ മറാത്തുൽ മുതഹല്ലറയാണ്, ഇത് ബദവിയാണ്. ഏതാണ് ആൻസർ? ഏതാണ് ആൻസർ? രണ്ടും ശരിയല്ലേ? രണ്ട് ശരിയാണോ? രണ്ട് ശരിയല്ലേ? ഇതില് രണ്ട് ശരിയാണോ എന്ന് ചോദിച്ചാല് നമ്മൾ പഠിച്ചിട്ടുള്ളത്, കിതാബുകളിൽ കണ്ടിട്ടുള്ളതും ഇതാണ്. എന്താണ്? ഹജ്ജിനൊക്കെ വരുന്ന സ്ത്രീകളെയാണ് ഉമർ ഇബ്നു അബീ റബീഅ എന്തായിരുന്നത് വർണ്ണിച്ച് പാടിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഹജ്ജിനൊക്കെ വരുന്ന സ്ത്രീകളെയാണ് ഉമർ ഇബ്നു അബീ റബീഅ എന്തായിട്ടുള്ളത് പാട്ടുപാടി എന്തായിട്ട് പ്രണയകാവ്യങ്ങൾ പാടിയിട്ടുള്ളത് എന്നുള്ളതാണ്. തശ്ബീഹ് ചെയ്ത് പാടിയിട്ടുള്ളത് എന്നുള്ളതാണ്. ബദൂവിയൻ സ്ത്രീകളെ പറ്റിയുള്ള ഒരു പരാമർശം എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ മനസ്സിലാക്കുന്നത് അനുസരിച്ച് ഇങ്ങനെ ഒന്ന് ശരിയും രണ്ടാമത്തത് തെറ്റുമാണെന്നുള്ളതാണ്. കറക്റ്റ് അറിയില്ല, ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്നും ഇങ്ങനെയാണ് മനസ്സിലായത്. അതായത് നമ്മൾ അതുകൊണ്ടാണ് പിന്നെ മാതഖലവാത്ത കുഫി ഹുദൂരിഹിന്ന എന്നൊക്കെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ. യുവതികൾ അവരുടെ ടെന്റിനകത്തേക്ക് ഓടിക്കയറിയത് പോലും ആരെ പേടിച്ചിട്ടാണ്? ഉമർ ഇബ്നു അബീ റബീഅയുടെ കവിത പേടിച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞുള്ള സ്റ്റേറ്റ്മെന്റ് ഇല്ലേ അബൂബൈദയുടെ. അപ്പൊ അതൊക്കെ വരുന്ന എന്താണ്? ഹജ്ജിന് വരുന്ന സ്ത്രീകളായിരുന്നു കൂടുതലായിട്ട് അദ്ദേഹം വരുന്നത് വർണ്ണിച്ച് പാടിയിരുന്നത് എന്നുള്ളതാണ് വായിച്ചിട്ടുള്ളത്. ഓക്കെ. ബദൂവിയൻ സ്ത്രീകളുമായി ബന്ധപ്പെട്ട്
സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നാളെ ശ്രദ്ധയിൽ സൂചിപ്പിക്കണം കേട്ടോ. നെക്സ്റ്റ് ചോദ്യം. ഷായിർ ബനി ഉമയ്യ എന്ന് അബ്ദുൽ മലിക് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഈസിയാണല്ലേ, നമ്മള് ക്ലാസ്സിലൊക്കെ പറഞ്ഞ അഖ്തലാണ് അല്ലെ. അഖ്തലിനെയാണ് അബ്ദുൽ മലിക് എന്ന് പറയാൻ തന്നെ സ്വന്തമായി ആളായി കാണുകയും കൈസ് ഗോത്രത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഉപയോഗപ്പെടുത്തുകയും ഒക്കെ ചെയ്തതു എന്ന് നമ്മൾ ചർച്ച ചെയ്തതാണ് ക്ലാസ്സിലൊക്കെ. ഇനി റജദ്, യെസ്, ഇവിടെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ബഹർ റജദ് ആരംഭിച്ചത് എവിടെയാണ്? ജാഹിലിയാണ്, അസ്റുൽ ഇസ്ലാമാണ്, അസ്റുൽ നബിയാണ്. നഫഖുലില് ജാഹിലിയ കാലത്തിന്റെ മുഖദ്ദിമ പറയുന്നിടത്ത് കാണാം ആദ്യകാലത്ത് എഴുതാൻ ഉപയോഗിക്കുന്ന ലിപി എന്താണ്? നബത്തിയാണ് എന്നും നബത്തി അക്ഷര ശൈലിയായിരുന്നു എന്നും അതേപോലെ പിന്നെന്താണ് കവിത രചിച്ചിരുന്നത് എന്താണ്? റജിസാണ് എന്നുള്ളതും കാണാം കേട്ടോ. നഫഖുലും ജാഹിലിയയുടെ മുഖദ്ദിമ പറയുന്നിടത്ത് നമുക്ക് എന്താക്കാൻ പറ്റും? കാണാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, എന്നാ സോറി, ഏത് കാലഘട്ടമാണ്? അസ്റുൽ ജാഹിലിയാണ് കേട്ടോ. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ നബത്തി എന്ന് പറഞ്ഞപ്പോൾ അവിടെ ആ വിഷയം ചോദിച്ചത്. ഓക്കെ, താഴെ നിന്ന് ശരിയായ ജുംല സെലക്ട് ചെയ്യാൻ പറയുന്നത്. ലാ ഷായിൻ മുസ്ദഹ്മൻ മൽഹസൂൻ മനിഅൻ ഇന്നൽ അൻഹാറ സഇലൻ ലാത്ത വഖത മിസാഹ്. ഇതിലേതാണ് ശരി? ഇതിലൊരു ആൻസർ പറയണം. നഹ്വുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണല്ലേ. സിയും ഡി ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. സി ഡി എന്തുകൊണ്ടാണ് ആയതെന്ന് പറയോ? ഡി പറഞ്ഞവര്. നമുക്ക് ഓരോന്ന് നോക്കാം. ഒന്നാമത്തെ നോക്കാം. ലാ ഷാരിൻ മുസ്ദഹമുൻ തെറ്റാൻ കാരണം എന്താണ്? ലാ ഷാരിൻ മുസ്ദഹമുൻ തെറ്റാൻ കാരണം നാഫിയത്തുൽ ജിൻസാണ്. ഓക്കെ, ഏതിന് അമലോ ചെയ്യാം? ലൈസയുടെ അമലാണ് ചെയ്യുക. ലായും മായും നാഫിയത്തുൽ ജിൻസാണ്. അതെന്താണ്? ലൈസയുടെ അമലാണ് ചെയ്യുക. ലൈസയുടെ അമൽ എന്താണ്? ഇസ്മിന് നസ്ബും ഖബറും. ലൈസയുടെ അമൽ ഇസ്മിന് റഫ്ഉം ഇസ്മിന് റഫ്ഉം ഖബറിന് നസ്ബുമാണ് അല്ലെ. ഇസ്മിന് റഫ്ഉം ഖബറിന് നസ്ബുമാണ് അമൽ. ലാ ഷാരി മുസ്ദഹിമൻ മൽഹസൂനു മനിഅൻ എന്നാണ് വേണ്ടിയിരുന്നത്. അതുകൊണ്ട് ആ രണ്ട് ജുംലകൾ തെറ്റാണ് മേലെ. ഓക്കെ, ഇനി മൂന്നാമത്തേതിലേക്ക് വരുമ്പോ തെറ്റാൻ കാരണം എന്താ? ഇന്നൽ അൻഹാറ ഫഇലൻ എന്ന് കൊടുത്തുകൊണ്ടാണ് തെറ്റിയത് അല്ലെ. മറിച്ച് എന്തായിരുന്നു വേണ്ടിയിരുന്നത്? ഫഇലുൻ. ഇന്നന്റെ എന്താണ്? ഇസ്മിന് നസ്ബും ഖബറിന് റഫ്ഉമാണ് വേണ്ടത്. ഓക്കെ, ഇനി ഓപ്ഷൻ ഡിയോ തെറ്റോ ശരിയോ? ശരിയാണ്. ബാക്കി മൂന്ന് തെറ്റ് പിന്നെ ഓപ്ഷൻ ഡി എന്തായാലും ശരിയാവണ്ടല്ലേ. അതെന്തുകൊണ്ടാ ശരിയായത്? ഇവിടെ രണ്ട് പ്രാവശ്യം ഉണ്ടാവൂലേ? ലാത്ത വക്ത മിസാഹ് ഉണ്ടാവുമ്പോ ഒന്ന് കളയും. ലാത്ത എന്തിന്റെ അമല ചെയ്യാ? കാനയുടെ അമലാണ് ചെയ്യുക. ലാത്ത എന്നുള്ളത് കാനയുടെ അമലാണ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കാനന്റെ ഇസ്മിന് എന്താണ്? അല്ല, ആദ്യം കളയല്ല, ആദ്യം എന്താണ് ലിവാന്ന് പറയും. ഇസ്മിന്റെ റഫ്ഉം ഖബറിന് നസ്ബുമാണ്. ഓക്കെ, അപ്പൊ ഈ ലാത്തയുടെ ഒരു സവിശേഷത പറയുന്നത് ഒന്നത് പിന്നെ അസ്മാഉ സമാൻ ആയിട്ടാണ് വരിക. എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത. അപ്പൊ വക്ത് എന്ന് തുടങ്ങിയ പദങ്ങൾക്കായി ചേർന്ന് വരിക. ഓക്കെ, മറ്റൊന്ന് എന്താണ്? അതിന്റെ ഇസ്മ എപ്പോഴും എന്തായിരിക്കും? മഹ്സൂഫായിരിക്കും, കളയപ്പെട്ടതായിരിക്കും എന്നുള്ളതാണ്. ഇസ്മ എപ്പോഴും എന്തായിരിക്കും? കളയപ്പെട്ടതായിരിക്കും എന്നുള്ളത്. അപ്പൊ
ഇപ്പൊ ഇവിടെ എന്താണ് വരിക? ലാത്ത വക്തു വക്ത മിസാൻ എന്നാണ് വരിക അല്ലെ? അല്ലെ? ലാത്ത ഹീന മനാസ് എന്ന ഖുറാനിലാണല്ലേ? ലാത്ത ഹീന മനാസ് എന്നാണ് അല്ലെ? അപ്പൊ ഇസ്മിൻ എന്താവും ഇവിടെ? കളയും. ഇസ്മിൻ എന്താണ്? ഇസ്മിൻ എന്താണ്? ഇറാബ് നസ്ബാണ്. ആണോ? ശ്രദ്ധിക്കല്ലേ, ഇസ്മിൻ എന്താണ്? റഫ് ആണ്. ഖബറിന് എന്താണ്? നസ്ബാണ്. അതാണ് വക്ത മിസാഹ് എന്ന് നസ്ബായിട്ട് വന്നത്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് എന്തായത് ശരിയായത്. ഓക്കെ, നെക്സ്റ്റ് സർ ക്ലിയർ. ഏതാണ്? ലാത്തന്റെ ലാത്ത എന്ന് പറയുന്നത് കാനയുടെ അമലാണ് ചെയ്യാം. കാനന്റെ അമൽ എന്താണ്? ഇസ്മിന് റഫും ഖബറിന് എന്താണ്? നസ്ബുമാണ് എന്നതാണ്. ഓക്കെ, ഇനി ലാത്തയുടെ രണ്ട് സവിശേഷത. ഒന്ന് എന്താണ്? പിന്നെ സമയ വക്ത്, അതുപോലെ പിന്നെ സമാനെ സൂചിപ്പിക്കാനാണ് അത് വരിക. അതിന്റെ കൂടെ വരുന്ന പദങ്ങൾ അധികവും. അപ്പൊ എന്ത് ചെയ്യും? ഒന്ന് ആവശ്യം മനസ്സിലാക്കുക. മറ്റൊന്നായിരിക്കും ലാത്തയുടെ ഇസ്മ എപ്പോഴും മഹ്ദൂഫ് ആയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ലാത്ത വക്തു വക്ത മിസാഹിൻ എന്നാണ് വേണ്ടത്. അവിടെ വക്തു എന്നുള്ള മർഫു ആയ ഇസ്മിന് എന്തായി? കളയപ്പെട്ടു എന്നുള്ളതാണ്. പിന്നെ അവിടെ ശേഷിക്കുന്ന എന്താണ്? വക്ത മിസാഹിൻ എന്നുള്ള അതിന്റെ ഖബറാണ് കേട്ടോ. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് ആ ജുംല ശരിയായത്. നെക്സ്റ്റ്, ഡിപ്രഷൻ എന്നുള്ള പദത്തിന്റെ അറബി കാബത്തിലെ ദുഃഖം, സങ്കടം എന്ന് പറയുന്നത്. മലയിലങ്ങനെ മടുപ്പാണ്, വായക്കത്തിന് കുടിശ്ശാവുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വരും തസ്രീഫുൽ അമാൽ. അതിന് ഇംഗ്ലീഷ് തവത്തുർ എന്നാണ്. എന്താ തവത്തുർ എന്ന് പറഞ്ഞാൽ? ടെൻഷൻസ്. ടെൻഷൻസ് എന്നാണ് കേട്ടോ. ആ ഡിപ്രഷന്റെ വാക്ക് എന്താന്ന് പറയോ? കാബത്ത്. ഇതേതാണ്? ഹുക്കൂമത്ത് തസ്രീഫുൽ അമാൽ എന്നുള്ളതാണ്. ഹുക്കൂമത്ത് തസ്രീഫുൽ അമാൽ എന്നുള്ളതാണ്. കെയർ ടേക്കർ ഗവൺമെന്റ്. എന്താണ് ഈ കെയർ ടേക്കർ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ? കെയർ ടേക്കർ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആർക്കും അറിയില്ലേ? നമ്മള് ഇപ്പൊ രാജ്യത്ത് തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ പിന്നെ കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടി താൽക്കാലികമായി ഉണ്ടാക്കുന്ന ഒരു സംവിധാനമായിരിക്കും ഇത് കെയർ ടേക്കർ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഇനി ടെമ്പററി ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അത് താൽക്കാലികല്ലേ? അല്ല, അത് ഗവൺമെന്റിന് പോയതിനു ശേഷം അല്ല, അധികാരം പോയി കഴിഞ്ഞിട്ട് ആ ഒരു കാലയളവിനിടയിൽ വരുന്നതാ. അതല്ലേ ടെമ്പററി? പോയ ശേഷം യെസ്, അധികാരം കൈമാറ്റം ചെയ്യുന്നതിനിടയിൽ വന്നാൽ, അല്ലെങ്കിൽ എന്താ യുദ്ധങ്ങളോ മറ്റോ സിവിൽ വാർ ഇതൊക്കെ നടക്കുമ്പോൾ എന്താവും? പിന്നെ വിപ്ലവങ്ങളൊക്കെ നടക്കുമ്പോൾ ഗവൺമെന്റ് പെട്ടെന്ന് പിരിച്ചുവിടും. ആ സമയത്ത് അടുത്തൊരു ഇത് വരുന്നവരെ ഇടക്കാലം നിയന്ത്രിക്കാൻ വേണ്ടിയുള്ളതാണ് ടെമ്പററി ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ആ വാക്കിന്റെ ഒരു ഇത് പറയാൻ വേണ്ടിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇനി ട്രാൻസിഷൻ ഗവൺമെന്റ് എന്ന് പറഞ്ഞാലോ? അതും ടെമ്പററി ഗവൺമെന്റും ഒക്കെ ഒരു സെയിം സാധനങ്ങളാണ് കേട്ടോ. അതായത് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഗവൺമെന്റ് പിരിച്ചുവിടുമ്പോൾ ഇടക്കാലത്ത് അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് ട്രാൻസിഷൻ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇന്ററിം ഗവൺമെന്റ് എന്ന് പറഞ്ഞാലോ? അത് പെർമനന്റ് ഗവൺമെന്റ് വരുന്നതിന് മുമ്പുള്ള ചെറിയ കാലത്തേക്ക് മാത്രമായിട്ട്, ലിമിറ്റഡ് പീരീഡിലേക്ക് മാത്രമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഇത് ഇന്ററിം ഗവൺമെന്റ് എന്ന് പറയുന്നത്. എന്തായാലും നമ്മളിവിടെ എന്താണ്? ഹുക്കൂമത്തുൻ തസ്രീഫുൽ അമാൽ, കെയർ ടേക്കർ ഗവൺമെന്റ് എന്നാണ് കേട്ടോ. ഓക്കെ, ഈ യതവഅദു എന്നുള്ള പദം അതിന്റെ ഇംഗ്ലീഷ് എന്താണത്? വോയിസിൽ പറഞ്ഞാൽ മതി.
വെല്ലുവിളിക്കാന്നുള്ള അല്ലെ അതാണ്. ഓക്കെ, ഇനി അടുത്തത് ഖുദൂമ്, തഖദീമ്, തഖാദും, ഇസ്തിഖ്ദാം. വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ടു ഗ്രോ ഓൾഡ്, ടു റിക്രൂട്ട്, ടു പ്രസന്റ്, ടു കം. ഏ ഏതാണോ? ഡി അല്ലേ വരിക? ഖുദൂമ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അത് കിട്ടിയാൽ മതി. ഇത് കിട്ടിയാൽ മതി അല്ലേ? ടുക്കം, ടുക്കം എന്നുള്ളതാണ് മസ്റ്ററാണ്. അപ്പോ അലിഫ് 4 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ ഡി ആണ്. ബാക്കി പിന്നെ നമുക്കറിയാം തഖദീം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ? തഖാദും എന്ന് പറഞ്ഞാൽ ടു ഗ്രോ ഓൾഡ്, തഖാദുമൽ വഖ്തു അല്ലെ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഏതോ ഒരു കിതാബിന്റെ മുഖദ്ദിമയിൽ ഒരു വിഷയം നമ്മൾ 6ാം യൂണിറ്റുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞിരിക്കുന്നു. ഓർമ്മ ഉണ്ടോ? ഏതോ ഒരു കിതാബിന്റെ മുഖദ്ദിമയിൽ ഈ ഗ്രന്ഥം രചിക്കാനുള്ള കാരണമായിട്ട് മുസന്നിഫ് അവിടെ പറയുന്നുണ്ട് തഖാദുമൽ വഖ്ത്, ഇത്തരം ഒരു രചന നിർവഹിക്കേണ്ടതിന്റെ കാലം എന്തായിട്ടുണ്ട്? അതിക്രമിച്ചു പോയിട്ടുണ്ട് എന്നുള്ള പ്രയോഗം അവിടെ മുഖദ്ദിമയിൽ മുസന്നിഫ് നടത്തുന്നുണ്ട്. ഏത് കിതാബാണെന്ന് ഓർക്കുന്നുണ്ടാരെങ്കിലും? ഇതിൽ ഫരീദാണ്. ഏതാണ്? 6ാം യൂണിറ്റിലാണ്. 9ാം യൂണിറ്റിലേക്കൊന്നും വരണ്ട. ഓക്കെ, കശ്ഫുൽ ഹാജി ഖലീഫയുടെ കശ്ഫുലിനെ കുറിച്ചാണ്. തഖാദും എന്ന് പറഞ്ഞാൽ ഓക്കെ ടു ഗ്രോ ഓൾഡ് എന്നുള്ളതാണ്. ഇസ്തിഖ്ദാം എന്ന് പറഞ്ഞാൽ റിക്രൂട്ട് എന്നുള്ളതാണ് കേട്ടോ. ഇസ്തിഖ്ദാം എന്ന് പറഞ്ഞു. ഓക്കെ, ലബനാന്റെ അംല നാണയം ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? ലീറയാണ്. ഇനി മുഹമ്മദ് മന്ദൂർ അദബുൽ മഹ്മൂസ് എന്ന് വിശേഷിപ്പിച്ചത് ഏത് കാലഘട്ടത്തിലെ സാഹിത്യത്തെയാണ്? ഏത് സാഹിത്യത്തെയാണെന്നാണ് ചോദ്യം. അദബുൽ ഉമവി, അദബുൽ അബ്ബാസി, അദബുൽ മഹ്ജരി, അദബുൽ ഹദീസ്. പലപ്പോഴും ചർച്ച ചെയ്ത സാധനമാണ് അല്ലെ? മഹജർ ലിറ്ററേച്ചറിനെ കുറിച്ചാണ് മുഹമ്മദ് മന്ദൂറും അതുപോലെ സയ്യിദ് കുത്തുബിനെ പോലുള്ള ആളുകളൊക്കെ എന്തായിട്ടുണ്ട്? അദബുൽ മഹ്മൂസ് എന്നുള്ള ഒരു വിശേഷണം പറഞ്ഞിട്ടുണ്ട്, ചർച്ച വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ചോദ്യം അദബുൽ അറബിയിൽ എന്തൊക്കെ ഷായൻ? ബ്രസീല്, ചിലി, ഇക്വഡോർ, അർജന്റീന. ഇതേതാണ്? ഇതൊരു ഇക്വഡോറാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കി ചിലിയും ബാക്കിയൊക്കെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ ബ്രസീല്, ചിലി, അർജന്റീനയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വിവിധ കൂട്ടായ്മകൾ ഉണ്ടായതും അത് അവിടെ അറബി ഭാഷ പ്രചരിച്ചതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, ഇക്വഡോർ ആയിരിക്കാം മനസ്സിലാക്കുന്നു. ആഹ്വാനം. ഇനി തെറ്റായത് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. അസമീർ ഇലി അബു മാലി, സാഹിഹ് അബ്ദുൽ നസീർ, അബ്ദുൽ മസീഹ് അൽ ഹദ്ദാദ്, അൽഫോനോ നസീബ് ഉറൈന, അസറും ഇഷാൽ മാറൂഫ്. ഇതിൽ തെറ്റായത് ഏത്? എന്തുകൊണ്ടാണ് തെറ്റ്? തെറ്റിയത് എന്തുകൊണ്ടത്? അത് മീഷൽ മാലൂഫിന്റെ സ്വന്തം അല്ലല്ലോ, ആ സംഘടനന്റെ മൊത്തത്തിലുള്ളതന്നെ. അതൊക്കെ അതല്ലാത്ത അലസുബ മജല്ലയുടെ എഡിറ്റർ ആയിരുന്നു ഹബീബ് മസൂദാണ് എന്റെ എഡിറ്റർ എന്നുള്ളതാണ് കേട്ടോ. ഹബീബ് മസൂദാണ് മജല്ലത്തുൽ അസുബയുടെ എഡിറ്റർ ആയിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. നിഷാൽ മാലൂഫ് അതിന്റെ പ്രസിഡന്റ് ആയിരുന്നു, അതിന്റെ ആളായിരുന്നു, ഒക്കെ ശരിയാണ്. പക്ഷെ അതിന്റെ മജല്ലയുടെ എഡിറ്റർ ആരായിരുന്നു? ഹബീബ് മസൂദ് എന്നുള്ളതാണ്. ഓക്കെ, അസുബത്തുൽ അന്ദുലസിയുടെ അംഗമല്ലാത്തതാണ് ഇസ്കന്ദർ കർബാഹ്, ഇലിയാസ് ഫർഹാത്ത്, റഷീദ് സിനിമൽ ഖൂരി, ഇബ്രാഹിം നാജി. ഇബ്രാഹിം നാജി പലപ്പോഴും വന്നിട്ടുള്ള ആളെ കൂടിയാണ് ഇബ്രാഹിം നാജിയെ കുറിച്ച്. ഇനി അടുത്തത് ജിബ്രാന്റെ ഇംഗ്ലീഷിൽ എഴുതപ്പെട്ട രചന ഏതൊക്കെയാണ്? അമാൽ ജിബ്രാൻ, ഖലീൽ ജിബ്രാൻ ഉള്ളത് സുജറത്ത് ബിൽ ഇൻജിലീസ്, الأرواح المتمددة, المجنون التائه, رمل وزبد, آلهة الأرض, مجنون, رمل وزبد, دمعة وابتسامة طيب. السابق مجنون التائه, حديقة النبي. السابق رئيس المروض, واصف, حديقة النبي. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണല്ലേ? സാബിത്ത് മജ്നൂൻ തായി. ഓക്കെ, ഓപ്ഷൻ എയിൽ ഏതാണ് തെറ്റ്?
എന്താണ്? അറബി. അറബിക്കാണ്. പിന്നെ ആണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബിയിൽ വരുന്നതോ ദമഅത്തുൽ വബത്തിസാമ എന്നുള്ളത് അറബിയിലാണ് അല്ലേ? ദംഅത്ത് വഇസ്താമ. ഓക്കെ. ഓപ്ഷൻ ഡിയിൽ വരുന്നത് ഏത്? ഓപ്ഷൻ ഡിയിൽ വരുന്നത് അറൈസ്. അടുത്തത് നെക്സ്റ്റ് ചോദ്യം. സ്ക്രീൻ വീണ്ടും പോയോ? ഇല്ല, വിസിബിൾ ആണ്. ഓക്കെ. സ്ക്രീൻ വിസിബിൾ ആണോ? പോയില്ല. ഓക്കെ. ഇടയ്ക്ക് കട്ടായിരുന്നു. അടുത്തത് تصفيحين التالية രണ്ട് ജുംല കൊടുത്തിട്ട് درس ميخائيل نويما في روسيا على المنحة لمدة 5 سنوات. شارك ميخائيل نويما في القتال خلال الحرب العالمية الأولى. ഇതിലേതാണ് ശരി? രണ്ടും ശരിയാണ് കേട്ടോ. മിഖായിൽ നമ്മൾ 905 മുതൽ 910-11 വരെ എന്താവുന്നുണ്ട്, റഷ്യയിൽ പഠിക്കുന്നുണ്ട്. റഷ്യയിൽ എന്താവുന്നുണ്ട്, പഠിക്കുന്നുണ്ട് അല്ലെ? സ്കോളർഷിപ്പോട് കൂടിയാണ് പഠിക്കുന്നത്. അതുപോലെ അദ്ദേഹം എന്തായിട്ടുണ്ട്, 1-ാം ലോക മഹായുദ്ധത്തിൽ അദ്ദേഹം എന്തായിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. ഇബ്നു ഖൽദൂന്റെ മുഖദ്ദിമ, അതിന്റെ മൗദൂ എന്ത് എന്നുള്ളതാണ്. ഏതാണ്? السياسة والعمرانيات والجغرافيا وغيرها من المعارف എന്നുള്ളതാണ്. ഓക്കെ. കശ്ഫുൽ ദുനൂൻ എന്താണ്? അസ്മാഉൽ മിലൽ വന്നഹൽ അസ്മാഉ അലാ ഫി കുതുബ മുഅല്ലഫിഹ അഹ്വാൽ الامراء والملوك اخبار العلوم والعلم. അല്ലേ? കശ്ഫുൽ ദുനൂൻ എന്ന അസാമി കുതുബി വൽ ഫുനൂൻ എന്നല്ലേ? അല്ലേ? ഓക്കെ. പേര് ഓപ്ഷൻ ബി ആണത് ആൻസർ വരിക അല്ലേ? ഷാത്തുൽ എന്താണ്? സീറയിലാണോ? സേത്തറായാൻ വമ്പാവു അഭിനയ് സാധുസമാണ് എന്നുള്ളതാണ്. ഓക്കെ. സീറയിലാണ് വരിക. ഓക്കെ. നെക്സ്റ്റ് ചോദ്യം 2 തവണ വന്ന ചോദ്യമാണ്. അന്നഹറു യുഷ്ബിഹു നിബറദൻ ഫലി അജലി ദായിദുൽ സ്വദ എന്ന് പറയുന്നത് എന്തിന്റെ ഉദാഹരണം? ദിനാസി തൗരിയ സജയ തിബാഖ്. തൗരിയ എന്ന് പറഞ്ഞ എന്താണ്? തൗരിയ എന്ന് പറഞ്ഞ എന്താണ്? ബഈദായ മാന ഉദ്ദേശിക്കുക, ഡയറക്റ്റ് മാന ഉദ്ദേശിച്ചത്. ഒരു കാര്യത്തിൽ 2 അർത്ഥം ഉണ്ടാവും അല്ലെ? ഖരീബുൻ വാഹിറുൻ ഖരീബുൻ ബഈദുൻ ഹുവൽ മുറാദ് അല്ലെ? ഇതാണ് ഇത് തൗരിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചോദ്യം. മുസ്തഫിലുൻ ഫാഇലുൻ മുസ്തഫിലുൻ ഫാഇലുൻ മുസ്തഫിലുൻ ഫാഇലുൻ മുസ്തഫിലുൻ ഫാഇലുൻ എന്നുള്ളത് എന്തിന്റെ, ഏത് ബഹറിൻ്റെതാണ് എന്നുള്ളതാണ്. അത് ബേസിക് ആയിട്ടുള്ള ചോദ്യം. ഏതാണ്? ബസ്വീറ്റിൻ്റെതാണ് അല്ലേ? ബസ്വീറ്റിൻ്റെതാണ് മുസ്തഫിലുൻ ഫാഇലുൻ എന്നുള്ളത്. നെക്സ്റ്റ് ചോദ്യം. ലൈസ മിന ദജ്ജാലീൻ ابن قزمان أحمد بن حجاج بن مغليس الزاهد عبد الله العسال أبو الحسن علي بن محمد الشاطبي. ഇതാരാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. സാഹിദ് അബ്ദുൽ അഫ്സാലാണ്. മറ്റ് 3 ആളുകൾ എന്തിന്റെ ആളാണ്? ദജ്ജാലിനിൽപ്പെട്ട ആളാണ്. ഓക്കെ. അല ഖദരി ലഹാസിക ബുദ്ത് റിജിലേക്ക് എന്നുള്ളതാണ്. ഇൽഹാഫ് അല്ല, ലിഹാഫ് ആണ് കേട്ടോ. അല ഖദരി ലഹാസിക
മുദ്രിജിലൈക എന്നുള്ളതാണ്. ഏതാണ് ലിഹാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പേസ് അല്ലേ? കേട്ടില്ല. ലിഹാഫ് എന്ന് പറഞ്ഞാൽ സ്ഥലമല്ലേ? സ്ഥലമല്ല. ലിഹാഫ് എന്ന് പറഞ്ഞാല് നമ്മള് പുതപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ മേൽവസ്ത്രത്തിനൊക്കെ എന്ത് പറയും? ലിഹാഫ് എന്ന് പറയും. ഇവിടെ എന്താ വെച്ചാല് അല്ല കതിരി ലിഹാഫിക്ക മുദ്രിജിലേക്കാണ്. ഇതിന്റെ പുതപ്പിനനുസരിച്ച് എന്റെ കാര്യം കിട്ടുകയാണ് ശരിക്കും പറഞ്ഞാല് ആ വാക്ക് വേർഡ് ബൈ വേർഡ് മീനിങ്ങിന്റെ അർത്ഥം. ഒന്നും കൂടി പറഞ്ഞ സാർ മീനിങ്. ലിഹാഫ് എന്ന് പറഞ്ഞാൽ പുതപ്പ് എന്ന് അർത്ഥം മനസ്സിലാക്കിയത്. ലിഹാഫ് എന്ന് പറഞ്ഞത് മദ്ദ ഇമദ്ദു എന്ന് പറഞ്ഞാൽ നീട്ടുക, രുചിൽ എന്ന് പറഞ്ഞാൽ കാല്. അപ്പൊ നിന്റെ കാലിനനുസരിച്ച് പുതപ്പിനനുസരിച്ച് എന്താവുക, കാല് നീട്ടിയാൽ മതി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് പൊതുവെ അറബികൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അതായത് ഇതിനൊരു കഥയും പറയാറുണ്ട് ഇത് പറയാനുള്ളത്. അതായത് വലിയ സമ്പന്നനായ ഒരു മനുഷ്യൻ, അയാള് എന്താണ് പിന്നെ പിതാവ് വലിയ സമ്പന്നനാണ്, പിതാവ് മരണപ്പെട്ടു. ഇയാൾക്ക് പിതാവിന് അനന്തരമായി കുറെ സ്വത്ത് കിട്ടി. അപ്പൊ ആ സമയത്ത് ആളുകളൊക്കെ ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട്. അപ്പൊ ഇദ്ദേഹം കണ്ടമാനം ചെലവഴിച്ചു. അവസാനം എന്തായി, പൈസ തീർന്നപ്പോ ആരും ഇദ്ദേഹത്തിന്റെ കൂടെ ഇല്ല, ഇദ്ദേഹം ഒറ്റപ്പെട്ടു പോയി, ഒന്നും അല്ലാതെ അവസ്ഥയിൽ എത്തിപ്പോയി എന്നുള്ളതാണ്. അപ്പൊ അവര് പറയുന്നതാണെന്ത്, പിന്നെന്തൊക്കെ ചെലവഴിക്കുമ്പോഴും വളരെ ശ്രദ്ധിച്ച് നിന്റെ കഴിവിനനുസരിച്ചുള്ളത് മാത്രം ചെലവഴിക്കുക എന്നുള്ളതാണ്. കൈ കണക്കില്ലാതെ എന്താവരുത്, ചെലവഴിക്കരുത്. ഇതാണ് സ്പെൻഡ് അക്കോർഡിംഗ് ടു യുവർ മീൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ല ഖദ്രി ലിഹാഫിക മുദ്രിജിലൈക എന്നാണ് പറയുന്നത്. ഓക്കെ, ഹോസ്പിനനുസരിച്ച് കാല് നീട്ടുകയാണ്. ഹോസ്പത്ര ഉള്ളത് അതിനനുസരിച്ച് കാല് നീട്ടി വെച്ചാൽ മതി, അല്ലെങ്കിൽ കാലിന്റെ ബാക്കി എന്താ പുറത്തായി പോകും എന്നല്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേരും എന്നാണ് പറയുന്നത്. ഓക്കെ, അത്തൊയ്യൂർ അല അഷ്കാലിഹ തക്കാവും. ഇതിന്റെ ആൻസർ എന്താ? ബി അല്ല? ഓപ്ഷൻ ബി ആണ്. ബേർഡ്സ് ഓഫ് ദ സെയിം ഫെദർ ഫ്ലോക്ക് ടുഗദർ എന്നുള്ളതാണ്. അതായത് പരസ്പരം ഒരേ ചിന്തകളുള്ള, ഒരേ രൂപത്തിൽ പിന്നെ സ്വഭാവങ്ങളുള്ള ശരീരങ്ങളുള്ള ആളുകൾ പരസ്പരം എന്താവും, അട്രാക്ട് ചെയ്യും എന്നുള്ളതാണ്. അതിനാണ് ഇത് പറയാറ്. തുയൂറുന അഷ്കാലിഹ തക്കവും. പക്ഷികൾ എന്താണ്, പരസ്പരം അതേ രൂപത്തിലുള്ള ആളുകളുമായിട്ട് എന്താവും, കണക്റ്റഡ് ആവും എന്ന് പറയാറ്. നമ്മൾ ഹദീസിലൊക്കെ പറയാറില്ലേ, അലർവാഹു റോഹും മുജന്നത്തുൻ ഫമാ തആഫ മിൻഹാ ഇഖ്തലഫ വമാ തനക്കറന ഇഖ്തലഫ എന്നൊക്കെ പറയാറില്ലേ. നമ്മള് ഒരേ സ്വഭാവങ്ങളുള്ള ശീലങ്ങളുള്ള ആളുകൾ പരസ്പരം കണ്ടുമുട്ടി കഴിഞ്ഞാൽ അവർ പരസ്പരം എന്താവും, അട്രാക്റ്റഡ് ആവും എന്നുള്ളതാണ്. അവർ പരസ്പരം പരിചിതരെ പോലെ ആവും എന്നുള്ളത് കാണാൻ കഴിയും. ഓക്കെ, മുമ്പ് നമ്മളെ ഈ ഹദീസിന്റെ സംഭവത്തിൽ ചരിത്രം പറയാനുണ്ട്. അതായത് എല്ലാവരും എന്താണ് സഹാബത്ത് റളിയല്ലാഹു അൻഹും അവരെന്താണ് മദീനയിലേക്ക് ഹിജ്റ പോയി. ആ സമയത്ത് മക്കയിൽ നിന്ന് ഹിജ്റ പോയി അവർ മദീനയിലെത്തി പല ആളുകളെയും പരിചയപ്പെട്ട് സൗഹൃദത്തിലായി. ഇങ്ങനെയാണ് അവർ ബന്ധം സ്ഥാപിക്കുന്നത്. മക്കയിൽ നിന്ന് വളരെ തമാശ പറയുന്ന ഒരു സ്ത്രീ എന്തായിരുന്നു, മദീനയിലേക്ക് ഹിജ്റ പോയി. എന്നിട്ട് ആ സ്ത്രീ മദീനയിൽ വെച്ച് ആദ്യമായി കണ്ടുമുട്ടുന്ന ആരെയാണ്, മദീനയിൽ വളരെയധികം തമാശ പറയുന്ന മറ്റൊരു സ്ത്രീയാണ് എന്നുള്ളതാണ്. അപ്പൊ ഇത് കണ്ടപ്പോ ആയിഷ ബീവി പറയുന്നു, നിബിധങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൽഅർവാഹു റൂഹുൻ മുജന്നത്തുൻ ഫമാ തആറഫ മിൻഹാ ഇഖ്തലഫ വമാ തനാകറ മിൻഹാ ഇഖ്തലഫ. ആത്മാക്കൾ എന്താണ്, ആലമുൽ അർവാഹിൽ വെച്ച് പരസ്പരം കണ്ടുമുട്ടുന്നവരാണ്. അവിടെ വെച്ച് കണ്ടുമുട്ടി ഒന്നായ അവർ ഭൂമിയിൽ വന്നാൽ എവിടെയായാലും ഉണ്ടാവും, പരസ്പരം ഒന്നിച്ചു നിൽക്കും എന്നുള്ളതാണ്. അതല്ലാത്തവരെന്താണ്, വമാ തനാകറ മിൻഹാ ഇഖ്തലഫ എന്ന് ആയിഷ ബീവി ഇവരുടെ ഒരു സംഗമം കണ്ടപ്പോൾ എന്താകുന്നുണ്ട് പറയുന്നുണ്ട്. ഓക്കെ, സൂചിപ്പിച്ചെന്ന് മാത്രം. നെക്സ്റ്റ്, അലാ ജനാഹിൽ അസീർ എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ്? മുറാദുമിൻ അലാ ജനാഹി അൽ അസീർ എന്ന് പറയുന്ന എന്തിനെ കുറിച്ചാണ്? ഓപ്ഷൻ സി ആണല്ലോ, ബസ്സുൽ അഖ്ബാർ തരീഖിൽ. ഈ ഇസാറ എന്നുള്ള പദം എപ്പോഴും എന്താണ്, ന്യൂസ് റിലേറ്റഡ് ആയിട്ടാണ് ഉപയോഗിക്കാറുള്ളത് കേട്ടോ. ന്യൂസ് റിലേറ്റഡ് ആയിട്ടാണ് ഇസാറ എന്നുള്ള പദം ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, ബസ്സുൽ അഖ്ബാർ തരീഖിൽ. ഇനി അടുത്തത്, ഇന്നഹു വജദ അലിയ ഫി അംറിൻ നാലഹു. ഇന്നഹു ഗളിബ മിന്നി ഫി അംറില്ലാ. ഇന്നഹു ഫരിഹ ബി ഫി അംറിൻ താലിഹി. ഇന്നഹു ضربني لأمر الله إنه استشارتي في أمر غير مهم. വജദ അലിയ താഫിഹിൻ ആണ്. യെസ്, ടൈപ്പ് ആണ്.
വജദ എന്ന് പറഞ്ഞാൽ വജദ അലിയ വജദ ഫിയ എന്നൊക്കെ പറഞ്ഞതാണ് നമ്മളുടെ ഉള്ളൊരു സങ്കടം, ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രയാസം, ഒരു പ്രശ്നം, ഒരു എതിർപ്പ് ഉണ്ടാക്കുന്നതിനാണ് വജദ അല എന്ന് ഉപയോഗിക്കുക കേട്ടോ. അതായത് ഖലിബ മിന്നി എന്നാണ് ഇവിടെ അർത്ഥം, വജദ അല എന്ന് പറഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ്. ഇൻ കുന്ത റീഹൻ ഫഖദ് ലാഖൈത ഇസ്വാറ. ഇൻ കുന്ത റീഹൻ ഫഖദ് ലാഖൈത ഇസ്വാറ. I am at least your match or even better. If you travel alone, you will face difficulties. You can't carry air on your hand in the hurricane, and winds are different. ഏതാണ് വരിക? ഏതാണ് വരിക? എ ആണോ? എന്തുകൊണ്ടാണ് എ വരുന്നത്? ഏതന്നെയാണ് എൻ്റെ ആൻസർ? ഐ ആം അറ്റ് ലീസ്റ്റ് യുവർ മാച്ച് ഓർ ഇവൻ ബെറ്റർ. അതായത് നമ്മളോട് തർക്കത്തിൽ വരുന്ന, സംവാദത്തിൽ വരുന്ന ആളുകളോടൊക്കെ ചിലപ്പോൾ പറയുന്ന വാക്കാണ്. കുന്തരീഹൻ, നീ കാറ്റാണെങ്കിൽ പക്കതിലാക്കായിട്ട് രസാറ്, നിന്നേക്കാൾ വലിയ ആളെ നീ കണ്ടുമുട്ടിയെന്ന് മനസ്സിലാക്കിക്കോ എന്ന് പറയും സിമ്പിൾ ആയിട്ട്. അതായത് ഒന്ന് അറ്റ്ലീസ്റ്റ് ഞാൻ നിന്നോട് തുല്യനായി കിടപിടിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഈവൻ ബെറ്റർ, അല്ലെങ്കിൽ നിന്നേക്കാൾ മെച്ചമുള്ള ആളാണ് എന്ന് നീ എന്താക്കണം, മനസ്സിലാക്കണം എന്ന് നമ്മുടെ താർക്കികനോട്, നമ്മളെ എതിർഭാഗത്ത് വരുന്ന സംവാദങ്ങൾ നമ്മൾ എന്താകുന്നു, നമ്മൾ ഒരു വാദം എന്നൊക്കെ പറയാറുണ്ട്. ഇത്തരം ഒരു വാചകമാണ് കേട്ടോ. എനിക്കും തരീഹൻ പക്കതിലാക്കൈത്ത് ആസ്വാറൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. ഫുലാനും കാമബി അവധിഹി എന്ന് പറഞ്ഞാൽ എന്ത്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Someone killed him, someone provided for his basic needs, someone harassed him, some pushed him to the wall. ഏതാണ്? വോയിസിൽ പറയും. ബി. ബി ആണ്. കാമബി അവധിഹി എന്ന് പറഞ്ഞാൽ, കാമ എന്ന് പറഞ്ഞാൽ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അവധിഹി എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക് ഉള്ള ആവശ്യങ്ങൾ. അറബി ഡിക്ഷണറി പരിശോധിച്ചാൽ തന്നെ അത് കാണാൻ കഴിയും. എന്താണ് ബേസിക് ഉള്ള ആവശ്യങ്ങൾ എന്താക്കുക, നിവർത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് പറയാം. ഓക്കെ, സംവൺ പ്രൊവൈഡഡ് ഫോർ ഹിസ് ബേസിക് നീഡ്സ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയ എന്താണ്? ഇത്രയും നമ്മൾ ചർച്ച ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ്? ഭയങ്കര ടഫായിരുന്നു എക്സാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കേൾക്കുന്നില്ല. ക്വസ്റ്റ്യൻ പരിശോധിച്ച് നോക്ക്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ ട്രാൻസ്ലേഷന്റെ കുറച്ച് കാര്യങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി ഏറെക്കുറെ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തിരിച്ചും മറിച്ചും ചോദിച്ചു. വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പലതിൽ നിന്നും ചോദിച്ചിട്ടുള്ളത് എന്നാണ് ഈ മൊത്തം ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കിയതിന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അങ്ങനെയല്ലേ? അങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് നിങ്ങൾ, എനിക്ക് തോന്നുന്നത്, ഞാനിപ്പോഴും പറയുന്നത്, നിങ്ങളെ ടൈം മാനേജ്മെന്റ് ആണ് പലരെയും എന്താക്കിയത്, കുഴപ്പത്തിലാക്കിയത് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് കൃത്യമായി ടൈം മാനേജ്മെന്റ് നമ്മൾ ഉണ്ടാക്കാൻ പറ്റണം, പിന്നെ അത് നിർവഹിക്കാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് വായിക്കാനുള്ള ഒരു സമാധാനത്തിൽ സ്വതന്ത്രമായിട്ട് വായിക്കാനുള്ള അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഏറെക്കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പലർക്കും നഷ്ടപ്പെട്ട ഒരു സാധനം അതാണ്, ടൈം കൃത്യമായി ലഭിക്കാതെ കൊണ്ട് പല ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ വായിച്ച് ചിലപ്പോ കണക്ട് ചെയ്യാൻ പറ്റാതെ എന്തൊക്കെയോ ആൻസർ എഴുതിയിട്ട് അവസാനം എന്തായി ഒന്ന് പോരേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പൊ അടുത്ത തവണ പോകുമ്പോൾ അത് ശ്രദ്ധിക്കുക. അതോടൊപ്പം പറയാനുള്ളത്, ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്താൽ അതിന്റെ മാർക്ക് എല്ലാവർക്കും കിട്ടൂല, ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത ആളുകൾക്കേ കിട്ടുള്ളൂ. അപ്പം മുഴുവൻ ക്വസ്റ്റ്യൻസും നിങ്ങൾ നിർബന്ധമായും അറ്റൻഡ് ചെയ്യണം എന്ന് വളരെ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് മുഴുവൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്താണ് അറ്റൻഡ് ചെയ്യണം, ഒന്നുപോലും എന്താവരുത്, വിട്ടുപോകരുത് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. അടുത്ത നോട്ടിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കട്ടെ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാം. എല്ലാവരും പഠനം സജീവമായി മുന്നോട്ട് കൊണ്ടുപോവുക. ബാറക്കല്ലാഹു ലക്കും, ശുക്രൻ ഹുസ്നി ഇസ്തിമാഇക്കും, ജസാക്കുമുല്ലാഹു ഖൈറൻ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.